ഇന്നത്തെ മുഖ്യ അതിഥിയായ കോഴിക്കോട് ജില്ലയുടെ കളക്ടറായിരുന്ന ശ്രീ പ്രശാന്ത് നായർ, കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന ശ്രീ പ്രശാന്ത് നായരെ സ്നേഹപൂർവ്വം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പോകുന്നു എല്ലാ വർഷവും ഈ വേദിയിൽ ഈ പുസ്തക പ്രൊഫഷണത്തിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ദിസ് ടൈം ഐ തിങ്ക് ഇറ്റ്സ് വെരി ആപ്റ്റ്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. പ്രശാന്ത്, ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ ചിലർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഒരു കളക്ടർ ബ്രോ എന്നൊരു വിളിപ്പേരിലേക്ക് വരാനുള്ള കാരണം? അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അതോ അങ്ങയുടെ സോഷ്യൽ മീഡിയ? ഇത് പണ്ടും മോഹൻലാൽ പറയുന്ന പോലെ ഇതങ്ങ് സംഭവിക്കുന്നതല്ലേ ഇത് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ വിളിക്കണമെന്നും. അതൊന്നുമല്ല. ഇത് 2015 കളക്ടറായിട്ട് കോഴിക്കോട് ചാർജ് എടുക്കുന്ന സമയത്ത് അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയ്ക്കൊന്നും ഇല്ല. അന്ന് കളക്ടറോ SP-യോ മന്ത്രിയോ ആർക്കും ഒരു ഫേസ്ബുക്ക് പേജൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അന്ന് കോഴിക്കോട് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ഈ പറഞ്ഞുകൊണ്ട് എൻ്റെ തല എൻ്റെ ഫിഗറെന്നും പറഞ്ഞിടാൻ വേണ്ടിയല്ല. ഇത് ഡൈനമിക് ആയിട്ടുള്ള അവരുമായിട്ട് ജനങ്ങളുമായിട്ട് സംവേദിക്കാൻ, അവരുടെ ആശയങ്ങൾ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അറിയിക്കാൻ വേണ്ടി, പരാതികൾ പരിഹരിക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചത്. കൂടുതലും എനിക്കങ്ങനെ ഉപയോഗിക്കാൻ തോന്നുന്നത് എസ്റ്റോണിയയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് സർക്കാർ നേരിട്ട് ജനങ്ങളുമായിട്ട് സംവേദിക്കുന്നത്. മറിച്ച് നമ്മൾ പോയിട്ടൊരു വിശദമായിട്ടുള്ള പരാതി എഴുതി കൊണ്ടുവരും, എന്നിട്ടത് ഫയലാക്കും, എന്നാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നോക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ചും ഫീൽഡിൽ പ്രവർത്തിക്കുമ്പോൾ 99% പ്രശ്നങ്ങളും കളക്ടറേറ്റിൽ നിന്നൊരു ഫോൺ കോളിൽ മിക്കവാറും തീരുന്ന ടൈപ്പാണ്. അത് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷെ അതൊരു ഫയലാക്കി കറങ്ങിയൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ ഉപയോഗമില്ല. നമ്മൾ ഇടപെട്ടിട്ടും കാര്യമില്ല, സമയത്തിന് ഇടപെടുന്നതിലല്ലേ. അപ്പോൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വരുന്നത്. സോഷ്യൽ മീഡിയയുടെ ഭാഷ കുറച്ചുകൂടെ ഇൻഫോർമലാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാവരും അടുത്തും അങ്ങോട്ടേക്ക് ബ്രോ എന്നല്ലേ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും കിട്ടും. അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അക്കാലത്ത് ഇങ്ങനെ വിളിക്കുന്നത് ഭയങ്കര മോശം പോലെ എല്ലാവരും പറയാം. ഇന്നത്തെ സീനിയർ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട്, ഇത് ബ്രോ എന്നൊക്കെ ആൾക്കാർ വിളിക്കാൻ ഇതാക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്, അവരെ സെറെന്ന് വിളിച്ച് ശീലിപ്പിച്ച ഒരു ഇതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സീനിയർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇത് കാറിൽ പോകുമ്പോൾ സപ്പോസ് യുവർ ഡ്രൈവർ ടോക്സ് ടു യു കോളിങ് യു ബ്രോ, ആ വിളിപ്പിൽ ഞാൻ പറഞ്ഞേ സാറേ അല്ലെങ്കിൽ ഞാൻ പുള്ളിയെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അത്ര വലിയ സംഭവമൊന്നും നമ്മൾ ഈ പറഞ്ഞിട്ട് വിളിപ്പിക്കൽ, അധികാരം സ്ഥാപിക്കൽ, അതിൽ നിന്നും വേറിട്ട് ചിന്തിച്ച് ഇറ്റ്സ് നോട്ട് മീ. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കണ്ടുപിടുത്തൊന്നുമല്ല. ഇത് ഈ ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പേര് ഉണ്ട്. കാലഘട്ടത്തിന്റെ ഒരു മാറ്റമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ പ്രതിജ്ഞയിൽ ആദ്യത്തെ വാചകം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നാണ്. പക്ഷെ നമ്മൾ ഭായി എന്ന് വിളിച്ചാൽ പോലും ഒന്ന് നെറ്റിച്ച് വിളിക്കും. എന്താ എന്നെ ഭായി എന്ന് വിളിച്ചത്? നമ്മുടെ മനസ്സിൽ ഭായിക്ക് എന്തോ ഒരു വേറൊരു മാർജിനലൈസ്ഡ് ആയ ഒരു മീനിങ് ആണുള്ളത്. സത്യത്തിൽ ഭായി എന്നുള്ളതിന്റെ അർത്ഥം സഹോദരൻ എന്നുള്ളതാണെന്ന് പോലും പലരും ചിന്തിക്കാറില്ല. ശരിക്കും സെർവിളി ഒരു അടിമത്തത്തിന്റെ കാലത്തെ ഒരു പാരമ്പര്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ബ്രിട്ടീഷ് പിന്നെ നമ്മൾ ഈ സിവിൽ സർവീസ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ തനതായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഒരു ഇത്തോസ്, തോട്ട് പ്രോസസ്, ഇതിനെല്ലാത്തിനെയും അടിച്ചമർത്തി നിർത്തിക്കൊണ്ട് അതിന്റെ പുറത്ത് കാല് വെച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അവിടെ വ്യക്തികളുടെ അവകാശങ്ങൾക്കൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല. അനുസരണയാണ്, നിയന്ത്രണമാണ്, ഒരു കൺട്രോൾ ഫ്രീ സിസ്റ്റമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് പണ്ട് ഇത് സ്ഥാപിച്ചു വെച്ചേക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന തൊട്ട് ഇത് 1950 പൊട്ടി വീണതൊന്നുമല്ല. ഇത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ICS-ന്റെ തുടർച്ചയായിട്ടാണ് IAS വരുന്നത്. ICS ഉണ്ടാക്കുന്നത് പണ്ടത്തെ ഇമ്പീരിയൽ സിവിൽ സർവീസിന്റെ തുടർച്ചയായിട്ടാണ്. അന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റവന്യൂ പിരിക്കുക, നാട്ടുകാരെ നിലയ്ക്ക് നിർത്തുക. ഇതാണ് നാട്ടുകാരെ നിലയ്ക്ക് നിർത്തുന്നത് പോലെ തന്നെ ഈ സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും നിലയ്ക്ക് നിർത്തുക. ഇതാണ് വാക്ക്. ആരെ നിലയ്ക്ക് നിർത്തുന്നത്? നേരെ ഇരിക്കുന്ന സായിപ്പ്. ഈ സായിപ്പിനെ മാറ്റിയിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നാടൻ സായിപ്പുകൾ അവിടെ വന്നു. പക്ഷെ അവർക്കും ഈ ചിന്താഗതിയുണ്ട്, നിലയ്ക്ക് നിർത്തുക എന്നുള്ളത്. സമൂഹത്തെ ആയാലും ജനങ്ങളെ ആയാലും ഉദ്യോഗസ്ഥരെ ആയാലും എല്ലാവരെയും നിലയ്ക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. അങ്ങനെയൊന്നും അല്ല ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവുക. അപ്പൊ 1950 ഭരണഘടന വന്നതിന് ശേഷം ഭരണഘടനയ്ക്കകത്ത് ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും രസം.
ഇൻഡിവിജ്വൽ ഫ്രീഡം, റൈറ്റ്, സംസാരിക്കാനുള്ള അവകാശം, ജനങ്ങൾ അറിയാനുള്ള അവകാശം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, സിസ്റ്റം ഏതാ? പഴയതാ, അടക്കി നിയന്ത്രിക്കാനുള്ള ഒരു സിസ്റ്റമാണ്. അത് രേഖയിൽ മാറിപ്പോയി, പക്ഷെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്റേണൽ ഒരു സിസ്റ്റം. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചുണ്ടോ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കണം എന്നുള്ളത്. നിയമമാണ് ഏറ്റവും മേലെ. നിയമത്തിന് തന്നെ ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും മേലെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ താഴെയാണ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, അതിനനുസരിച്ച് പാസ്സാക്കാൻ പറ്റുള്ളൂ. അതിന് താഴെയാണ് നമ്മൾ അസംബ്ലി പാസ്സാക്കുന്ന നിയമം, അതിൻ്റെയും താഴെയാണ് ഉത്തരവുകൾ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ഇതൊക്കെ വരുന്നത്, സർക്കുലർ, ഇതൊക്കെ വളരെ താഴെയുള്ള ഐറ്റംസ് ആണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു സർക്കുലർ ഇറക്കിയിട്ട് വേണമെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എടുത്തു കളയുന്നത്. അങ്ങനെ ചെയ്യാനുള്ള ധാർഷ്ട്യം പല ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. എൻ്റെ ഫീൽ അവർക്ക് എൻറ്റൈറ്റിൽഡ് ആണ്. കാരണം അവർ എന്താ പറയുന്നത്, നിയന്ത്രിക്കണമെന്ന്. ഈ മറുത്തൊരു അഭിപ്രായം കേൾക്കാൻ ഇഷ്ടമല്ല, വേറെ ഒന്നും പറ്റില്ല. ഞാൻ പറയുന്നു, ഞാൻ രാജാവ്, ഞാൻ പറയുന്ന എല്ലാം ഇവിടെ നടന്നേക്കണം. ഇതൊരു കൊളോണിയൽ ഹാങ് ഓവർ അല്ല എന്ന് പറയാൻ പറ്റുമോ? താങ്കൾ അസാമാന്യ ധൈര്യമുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ തമാശയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയും മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി ഗംഗയല്ല, ഇയാളാണ് എന്ന്. പക്ഷേ അത് തൻ്റെ തന്നെ മേഖലയിലുള്ള തന്നെക്കാളും ഉയർന്ന നിലവാരത്തിൽ എന്താ പറയുക പൊസിഷനിൽ ഇരിക്കുന്ന മേലുദ്യോഗസ്ഥർ എന്ന് വിളിക്കുന്ന ആൾക്കാരെ കുറിച്ച് പരസ്യമായി പറയാൻ കുറച്ചധികം ഗഡ്സ് വേണം. അങ്ങനെ ഒരു സംഭവം. ഗഡ്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിനൊരു പവറുണ്ട്. സത്യത്തിനുള്ള പവർ നമ്മൾ ഈ ആളും തരവും നോക്കിയിട്ടല്ല. സത്യം പറയാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് സമയം നോക്കണം. പ്രത്യേകിച്ച് ഒരു സമയം, ഒരു സമയത്ത് ഒരു സത്യം, വേറൊരു സമയത്ത് വേറൊരു സത്യം വരും. സത്യം സത്യമാണ്. ഫാക്ട് ഇസ് എ ഫാക്ട് ഇസ് എ ഫാക്ട്. അത് പറയാൻ വേണ്ടി വലിയ പ്രത്യേകിച്ച് ധൈര്യം വേണമെന്നൊന്നും എനിക്കൊന്ന് സെൽഫ് റെസ്പെക്ട് വേണം, ആത്മാഭിമാനം വേണം. ആത്മാഭിമാനം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പറയേണ്ടത് പറഞ്ഞിരിക്കണം. മൊത്തത്തിലൊരു നെറേറ്റീവ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ കള്ളത്തരം പറയുക, വ്യാജരേഖ ചമയ്ക്കുക, അഴിമതി കാണിക്കുക, ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു സുഖജീവിതം വെറുതെ ഞാൻ അങ്ങനെ ചിന്തിച്ച് പോകാനാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാല് നക്കി 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 അങ്ങനെ ജീവിക്കാം. അതൊരു പ്രത്യേകതരം ജീവിതമാണ്. അതില് വിയോജിപ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിച്ചു പോകും, കാര്യം പറയും. ഈ പറയുന്ന ഒരു വാചകമോ നമ്മൾ ഈ പറയുന്നതോ ഒന്നും അധിക്ഷേപമോ അല്ലെങ്കിൽ ആരെയും ഇല്ലീഗലായിട്ടുള്ളതോ ഒന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 19(1) പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശമാണ്. എനിക്ക് കിട്ടിയ അവകാശം ഞാൻ വിനിയോഗിക്കണ്ടേ? ഇപ്പൊ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ടു സ്പീച്ച് എന്താണ്, ഫ്രീഡം ടു ഒഫൻഡ് കൂടെ ഉണ്ട്. ഫ്രീഡം ടു സ്പീക്ക് ഈസ് ഓൾസോ ഫ്രീഡം ടു ഒഫൻഡ്. അല്ലാതെ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. 19(1) അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. 19(1) എങ്ങനെ നിയന്ത്രിക്കാം ഫ്രീ സ്പീച്ച് അല്ലെങ്കിൽ ഒരാളുടെ സംസാര സ്വാതന്ത്ര്യം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് 19(2) പറയുന്നുണ്ട്. 19(2) എവിടെ എന്തൊക്കെയാ കണ്ടീഷൻസ് വെച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നശിപ്പിക്കുന്ന അത്തരം വാചകങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള ഇത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഡിഫമേഷൻ ഉണ്ടാക്കുന്ന, അങ്ങനെ ഡിഫമേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പോയിട്ട് കേസ് കൊടുക്കുകയും വേണം. ഇങ്ങനെ പരിമിതമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള ഒരു ഗവർണർക്കോ പ്രസിഡന്റിനോ പോലും ഇല്ലാത്ത ഒരു ആനുകൂല്യം ഉണ്ടെന്ന് ഇവിടെ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. പക്ഷേ അതിപ്പോ ഇവിടെ ചീഫ് സെക്രട്ടറി പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മൾ രാജാവായി പോയിരുന്നു, നമ്മളെന്തോ സംഭവമാണെന്നത്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതൊക്കെ താൽക്കാലികമാണ്. ഇവിടെ ആരും ചിരഞ്ജീവികളൊന്നുമല്ല. ഇതൊക്കെ നമ്മളെല്ലാം വന്നു പോകുന്ന ആൾക്കാരാണ്. ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതുമല്ല. ആ ഒരു റിയലൈസേഷൻ ആണ്. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഉള്ളിൽ വാട്ട് ഈസ് യു, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്, അത് മാത്രമേ അവസാനം അവശേഷിക്കുള്ളൂ. അന്നേരം നമ്മൾ ഈ സിസ്റ്റം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ചും നമ്മൾ ചെയ്യേണ്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ധർമ്മമുണ്ട്, സ്വധർമ്മം എന്ന് പറഞ്ഞൊരു. നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ ധർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ അലൈൻഡ് വിത്ത് ദ ധർമ്മം, യു ഡോണ്ട് ഹാവ് ടു ഫിയർ എനിത്തിങ്. അത് ഭയം ഇല്ലാതാവുന്ന ഒരു ധർമ്മോ രക്ഷതി ധർമ്മം എന്നാണ്. ധർമ്മത്തിൽ ചരിക്കുന്നവന് ധർമ്മം തന്നെ കാത്തോളൂ.
അതിന് നമ്മൾ പ്രത്യേകിച്ച് ഭയക്കോ ഇതായിട്ട് വേറെ ആരും വേറൊരു അവതാരം വേറെ ആരും വന്ന് എന്നെ രക്ഷിക്കുമെന്ന് ഒരു ഗോഡ് ഫാദർ വേണമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഗോഡ് ഫാദർ നിങ്ങൾ തന്നെയാണ്. യു ഹാവ് ദ കപ്പാസിറ്റി. നമ്മൾ ഭീരുത്വം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കോൺസിക്വൻസിനെ കുറിച്ചും ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് അവനവന്റെ ധർമ്മം പലരും ചെയ്യാത്തത്. ഒരു തെറ്റായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഫയലിൽ എഴുതാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അത് എഴുതാതിരിക്കുക മാത്രമല്ല അതിനെ അനുകൂലിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് അധർമ്മമാണ്. അയാളുടെ പണി അതല്ലല്ലോ, അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് അതല്ല. അപ്പൊ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫയലിൽ എൻ്റെ സമക്ഷം വരുന്ന ഫയലുകളിൽ എൻ്റെ അഭിപ്രായം എൻ്റെ തലമണ്ട ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായം എഴുതാനാണ് എനിക്ക് ശമ്പളം തരുന്നത്. അല്ലാതെ മേലേന്ന് വിളിച്ചു പറയുന്നത് എഴുതാനല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ശമ്പളം കൊടുത്താൽ പോലെ. അവര് എഴുതുന്നതോ അല്ലെങ്കിൽ അവര് ഒരു വാട്സാപ്പിൽ അയച്ചു തരുന്നതോ അല്ലെങ്കിൽ അത് ഒരു നാണമില്ലാതെ കട്ട് പേസ്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ദാറ്റ് ഈസ് നോട്ട് ഗവേണൻസ്. അങ്ങനെയല്ല നമ്മൾ. അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത്. എന്തുകൊണ്ടും അവർക്ക് ഭയമില്ല. ഒരു ഭാഗത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും, എന്നാൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ നിർഭാഗ്യവശാൽ പ്രശാന്ത് നായർ എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യാത്മികമായിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ നിർഭാഗ്യവശാലാണോ സൗഭാഗ്യവശാലാണോ എന്ന് അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. ആ ഒരു സത്യത്തിന്റെ പക്ഷത്ത്, ഇപ്പൊ അദ്ദേഹം ഉദ്ധരിച്ച വാക്ക് ധർമ്മം എന്നുള്ളതാണ്, ആ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറിയ ഇത് പറയാം. ഇന്നിപ്പോ രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് വാർത്താ ശകലങ്ങൾ ആരും ഫോർവേഡ് ചെയ്ത് തന്ന് ഞാൻ കണ്ടു. ഒന്നുമില്ല, ഇന്നിപ്പോ ബ്രേക്ക് ചെയ്ത ന്യൂസാണ് അത്ര. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വ്യക്തിയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുള്ള വാർത്ത ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സത്യം എത്രയൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാലും അതൊക്കെ പുറത്തു വരുമോ? ഇതിനൊന്നും ഒരു 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 കാലയളവുണ്ടല്ലോ, ഇത് എക്സ്പയറിംഗ് ഉണ്ടല്ലോ. ക്ഷമയാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോ ഒരു സസ്പെൻഷൻ ഏറ്റുവാങ്ങി ദുഃഖിച്ചിരിക്കുന്നവരാണ് മെജോറിറ്റി ആളുകൾ. അയ്യോ എനിക്ക് സസ്പെൻഷൻ ആയേ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവരാണ്. പക്ഷേ സസ്പെൻഷൻ ഏറ്റുവാങ്ങി ഒരു കളക്ടർ അത് ആഘോഷിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാനസിക സ്ഥിതി എങ്ങനെ സ്വന്തമാക്കി? അത് എന്റെ മുമ്പത്തെ പുസ്തകമുണ്ട് ലൈഫ് ബോയ്, അത് വായിച്ചാൽ സത്യത്തിൽ മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത ലൈഫ് ബോയിനകത്ത് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ ചുറ്റുപാടും വരുന്ന ഓരോ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും അതിനെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഗുണപ്പെടുമായിരുന്നു തോന്നിയ കാര്യങ്ങൾ ഒരു പുസ്തക രൂപത്തിലാക്കിയതാണ്. അതിനകത്ത് അത്യാവശ്യം സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് എന്താ ജീവിതത്തിൽ വേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്? ഇപ്പോൾ സസ്പെൻഷനും ജോലി അതും ഇതുമൊക്കെ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് മനസ്സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കുടുംബക്കാരുമായിട്ട് സമയം ചെലവ്, കുട്ടികളായിട്ട് ഫാമിലിയായിട്ട് ഇതൊക്കെ ചെയ്യുക, സുഹൃത്തുക്കളെ കാണുക, യാത്ര ചെയ്യാൻ സാധിക്കുക, പുസ്തകം എഴുത്ത്, മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരോടാ പരാതിപ്പെടേണ്ടത്? എനിക്കിതൊക്കെ ഇനി തന്നിരിക്കുക, 60% ശമ്പളവും വെച്ച് തന്നിരിക്കുക. ഞാൻ എന്തിന് പരാതിപ്പെടണം? സമയത്തിനാണ് ഏറ്റവും വലിയ വില. എനിക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാന ഭാഗമൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ സാധിച്ചു. ഞാൻ എന്തിനാ പരാതിപ്പെടുന്നത്? ഇത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട്. ഇത് ഗുണഗണങ്ങൾ പറയാനാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട്. അപ്പൊ പുസ്തകങ്ങൾ, ഇപ്പൊ ഈ പുസ്തകം മാത്രമല്ല, വേറെ 2 പണി പാതിക്കായി കിടപ്പുണ്ട്. ഒരു ക്രിയേറ്റീവ് ഒരു സിനിമാറ്റിക് ഒരു സംഭവത്തിന്റെ പണി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കുറെ AI ടൂൾസ് പഠിക്കുക, ഇതൊക്കെ ചെയ്യാം, PhDക്ക് രജിസ്റ്റർ ചെയ്യുക, ഇതെല്ലാം കൂടെ ഇത്രയും കഴിഞ്ഞിട്ട് എനിക്ക് പരാതിപ്പെടാൻ വകുപ്പുണ്ട്. ഞാൻ സന്തോഷിക്കാതിരിക്കും, എനിക്ക് വകുപ്പുണ്ട്. PhD എടുത്തൊരാളെന്ന് PhD ഒരു കഷ്ടകാലം തോന്നില്ല. അങ്ങനെ ഈ സോക്കോൾ കഷ്ടകാലം പണ്ട് ജ്യോത്സ്യന്മാര് പറയും, ശനിദശയിലും വീട് വെക്കും, ശനിദശയില് PhD എടുക്കും, ശനിദശയില് ഇമാതിരി എല്ലാ പരിപാടിയും ചെയ്യും. പറഞ്ഞു വരുമ്പോ എന്റെ ശനിദശനാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഏതോ നക്ഷത്രം. ശരി. അപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു പുസ്തകം നമ്മളിപ്പോ ഇരിക്കുന്നത് തന്നെ ഈ ഒരു എന്റെ മടിയിലിരിക്കുന്ന മനോഹരമായ ഒരു
ചട്ടക്കൂടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാവരും അവിടെ മനോരമയുടെ സ്റ്റാളിൽ നിറയെ അത് അവിടെ ഇവിടെ നോക്കിയാൽ ഇഷ്ടംപോലെ കാണാം. ആ അലമാര നിറയെ ഈ ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, ഇനി പെട്ടെന്ന് ഓർമ്മ വരുന്നതും വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അത് താങ്കൾ കോട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ KNK ഓട്ടോമൊബൈൽസ് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ പോലെ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് ആണ്, നമ്മുടെ സിസ്റ്റം മൊത്തം പൊളിച്ചു എഴുതിയിട്ടുണ്ട്. പക്ഷെ താങ്കളുടെ ഇതിന് മുമ്പുള്ള പുസ്തകങ്ങളിൽ ലൈഫ് ബോയ് ആണെങ്കിലും നമ്മുടെ കളക്ടർ ബ്രോ ആണെങ്കിലും ഒന്നും ഒരു സിനിമ പേരുമായിട്ട് അധികം ബന്ധമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പക്ഷെ താങ്കൾ അല്ലെ അതിന്റെ അകത്ത് മുഴുവൻ സിനിമയാണ്. അത് ശരി. അപ്പോ പക്ഷെ താങ്കൾക്ക് സസ്പെൻഷൻ വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ ഡയലോഗ് മാടമ്പള്ളിയുടെ മാനസിക രോഗിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ മലയാളികൾക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണ് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒന്നോ രണ്ടോ അരസികന്മാരുണ്ടാവും. കഷ്ടകാലത്തിന് ഈ അരസികന്മാരാണ് ഓരോ പൊസിഷനിൽ കയറി വരും. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിനിമ ഡയലോഗുകൾ ഏതെങ്കിലും കേരളത്തിൽ നിരോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മാടമ്പള്ളിയിലെ ചിത്രരോഗി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ യഥാർത്ഥത്തിൽ ആരെയാണോ കാണുന്ന അയാളല്ല, യഥാർത്ഥ ആള് വേറെയാണ്. ഇതൊരു പ്രയോഗമാണ്. ഇപ്പൊ ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അയ്യോ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ബാലിശമാണോ? ഇവിടെ ബുദ്ധിയില്ലാത്തവരാണോ? അല്ലല്ലോ. അപ്പൊ ഈ മാടമ്പള്ളിയിലെ ചിത്രരോഗി എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒന്നുകിൽ അങ്ങനെ തോന്നുന്ന ഒരു വ്യക്തിക്ക്, വിഷമം തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒന്നുകിൽ അദ്ദേഹം മാടമ്പള്ളിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ചിത്രരോഗിയായിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഒരു സിനിമ ഡയലോഗാണ് അല്ല, നേരിട്ട് ആൾക്കാർ പറയുന്ന ലോകമാണ് ഇവിടെ. പോട്ടെ, ഞാൻ പറയുന്നില്ല. നേരിട്ട് ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൽ അഭിമാനം കാണുന്ന ആൾക്കാരുള്ള ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെയാണ് ഒരു സിനിമയിലെ ഒരു ഡയലോഗിലെ ഒരു പ്രയോഗം കണ്ടിട്ട് അങ്ങ് ചൂളിപ്പോയി, അങ്ങ് വിഷമമായി പോയി, നൊന്തു. കൊച്ചു കുട്ടിയല്ലേ, ഇങ്ങനെ നൊന്തുപോയപ്പോ മൊത്തം സിസ്റ്റത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്നാ ഞാൻ ആഞ്ഞടിക്കും എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സമൂഹം കാണേണ്ട ആ ഒരു മൊത്തത്തിൽ ഹൗ ദ സിസ്റ്റം ഈസ് ബീങ് ഡീഗ്രേഡഡ്. ഇതിനൊന്നുമല്ല ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള രീതി, അതായത് ഭരണഘടന നടപ്പിലാക്കാനാണ് ഭരണഘടനയുടെ കീഴിലുള്ള ഈ സിസ്റ്റം മുഴുവൻ. ഭരണഘടന നടപ്പിലാക്കാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി താഴെ ഇത് നടപ്പിലാക്കുന്ന പലരും പറയും ഈ ഭരണഘടന കാരണം നേരെ ചൊവ്വേ ഭരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുക സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്, അവർക്ക് സംസാര സ്വാതന്ത്ര്യം. പക്ഷെ ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടില്ലേ, എൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടില്ലേ? ഇങ്ങനെയുള്ള പല ചിന്തകളും. ഭരണഘടനയൊക്കെ അവിടെ കിടക്കട്ടെ, നമ്മളങ്ങ് ഭരിക്കും, നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ഭരിക്കും എന്ന ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നതിടത്താണ് ഈ പ്രോബ്ലം വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പം ഈ സിനിമയായാലും എന്താണെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, അവർക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഈ ഇമേജറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ KNK മോട്ടോഴ്സും ജഗതിയും അതുപോലെ മനസ്സിൽ വരുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ഒരു കാറും നന്നാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും സാധനം വരുമ്പോൾ അതെല്ലാം നമ്മൾ വാട്സാപ്പിൽ അങ്ങോട്ട് ഇങ്ങോട്ടും സ്റ്റിക്കർ അയക്കണം. ആ സ്റ്റിക്കറിന്റെ പിന്നിലുള്ള കഥയും കൂടെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഒരു സീൻ ഫുൾ വരും. ആ സീൻ വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പിന്നെ ഒന്നും പറയണ്ട, അതിനകത്തൂടെ എല്ലാം കൺവേഡ് ആണ്. ഇതൊരു തരം യൂസേജ് ഓഫ് ബിംബങ്ങളാണ്. നമ്മൾ ഉൽപ്രേക്ഷ, മറ്റേ ഉപമ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിക്കില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതും ഒരു തരം ബിംബങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കഥാഖ്യാനം പോലെയുള്ള ഒരു വേ ഓഫ് നറേഷനാണ്. മലയാള സാഹിത്യം പഠിച്ചു എന്നോ അതിൽ ഈ വാഴക്കൊല PhD എടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഭാഷ മനസ്സിലാവണം. വായിച്ചാൽ എന്താണെന്നൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലായാലേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അത് മനസ്സിലാവാത്തവർ പറയും അത് അവിടെ കട്ട് ചെയ്ത് ചിത്രരോഗി അത് മാത്രം എടുക്കും, അല്ലെങ്കിൽ അവിടെ പ്രധാനമന്ത്രി മാത്രം എടുക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന അഭിനവ സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഇത് കുറച്ച് പാടാണ്. സാധാരണ ജനങ്ങൾക്ക് പ്രശ്നമില്ല. സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുകയും ചെയ്യും, അവരത് ഉൾക്കൊള്ളുകയും ചെയ്യും. അവർ ഉപയോഗിക്കുന്ന ഭാഷയാണത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഫേസ്ബുക്കിന് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം, അവിടെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് അനുസരിച്ചല്ലാതെ അധിക്ഷേപകരമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ അവിടെ നിന്ന് നടപടി ഉണ്ടാവുമല്ലോ, അത് ബാൻ ചെയ്യുക, എടുത്തുകളയൊക്കെ ചെയ്യും.
അപ്പൊ ഫേസ്ബുക്കിലെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് എഴുതിയ ഒരു സാധനത്തിന് ഫേസ്ബുക്കിന് ഇല്ലാത്ത പരാതി, അവിടെയുള്ള ഒരു വ്യക്തിക്കും ഇല്ലാത്ത പരാതിക്ക് ഫേസ്ബുക്കിൽ ഇല്ലാത്ത ഒരാൾക്ക് എവിടെയോ നൊന്തു എന്ന് പറഞ്ഞിട്ട് നൗ യു അണ്ടർസ്റ്റാൻഡ് ഭരണഘടന എവിടെ കിടക്കുന്നു. അങ്ങനെ ഒരു അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കുമെന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോ അന്ന് ചിന്തിച്ചിരുന്നോ? അതായത് ഇത് വായിക്കുമ്പോൾ എന്തായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആള് ചെയ്യുക, എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? പിന്നെ അതിനു മുമ്പേ തന്നെ എന്നെ വിളിച്ച് അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അവരെന്നെ വിളിച്ചിട്ട് ഒന്നും ഇടല്ലേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. ഒന്നും ഇടല്ലേ, കാരണം ഈ ഒരു വ്യാജ വാർത്ത അന്ന് അടിച്ചു വന്നപ്പോൾ എന്റെ സ്വഭാവത്തിന് ഞാൻ ഇടുന്നു അറിയാം. എനിക്ക് രാവിലെ അന്നേ കുറെ കോളുകൾ വന്നു. ഇന്ന് എനിക്ക് തുറന്നു പറയാമല്ലോ. ശാരദ മേഡം എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് ഇനിയൊന്നും ഇട്. ഞാൻ എന്റെ സ്വഭാവത്തിന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത പോസ്റ്റും കൂടെ ഇട്ടു. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം, ഇതിന്റെ എന്താ പറയാ ഉള്ളടക്കം, ഇൻഡെക്സിലെ ഓരോ ടൈറ്റിലുകളും, ഒന്നാമത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഉണരൂ രതീഷ് എന്നാണ്. നമ്മള് അതും സിനിമയാണ് അല്ലെ? എനിക്കൊന്ന് പഴംപൊരിയെ കുറിച്ചോ മറ്റോ അല്ലെ പറയുന്നതാണ്. പഴംപൊരി മറ്റേ എന്താ പറയാ കുഴഞ്ഞു കിടക്കുന്ന പഴംപൊരിയെ ഉണരൂ രതീഷ് എന്ന് ധർമ്മജനാണെന്ന് തോന്നുന്നു പറയുന്നത്. അതുപോലെ അതായത് ഉത്തമ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഇത്. അത് ഹരിശ്രീശോവിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ സിമ്പിൾ ബട്ട് പവർഫുൾ നമ്മുടെ ജാവയെ കുറിച്ച് വിനയ് ഫോട്ടോ പറയുന്നതാണ്. അതുപോലെ നമുക്ക് ചോദിച്ചു പോകാം. നമ്മുടെ അയാൾ കഥ എഴുതുകയാണ് സിനിമയില്. മനഃപൂർവ്വം ചെയ്തല്ല, സംഭവിച്ചു പോയതാ. ഇതെല്ലാം ഉള്ളടക്കത്തിന്റെ ഓരോ ടൈറ്റിലുകളാണ് ഞാൻ വായിക്കുന്നത്. സിസ്റ്റേന ശാന്തി, അതെ, ജോർജ് സാറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമയില് ജോർജ് സാറിനോട് ഇടപെടുമ്പോൾ അതൊരു നല്ലൊരു ഉപമയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതുവരെ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജോർജ് സാറിനെയാണ്. ജോർജ് സാറിനോട് ഇടപെടുമ്പോൾ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ജോർജ് സാറ് അറിയാമല്ലോ. അപ്പൊ ജോർജ് സാറന്മാരുടെ പൂരക്കളിയാണ് ഇപ്പം. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അവിടെയൊക്കെ ഓരോ ജോർജ് സാറന്മാരിപ്പോ ഉണ്ട്. ആ ജോർജ് സാറന്മാരാണ് ഏറ്റവും പ്രബലന്മാരായിട്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ സിസ്റ്റം ഇപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇന്നും ഇന്നലെ ആയതല്ല, കുറച്ചു കാലം എടുത്തിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഇവരുമായിട്ട് ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണത്. പലർക്കും അറിയില്ല. പോലീസ് എന്ന് പറയുമ്പോൾ പേടിയാണ്. നിങ്ങളുടെ അവകാശം എന്താണ്, നിങ്ങളുടെ റൈറ്റ്സ് എന്താണെന്നുള്ളത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പണ്ടത്തെ കൊളോണിയൽ രീതിയിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. നിങ്ങളെല്ലാവരും കൂടെ സന്ധ്യ സമയത്ത് പുറത്ത് വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ട് എവിടെയോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കുക സുഹൃത്തുക്കൾ. അതിൽ കൂടെ ഒരു പോലീസ് ജീപ്പ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോകും. എന്തിനാണ് മര്യാദ കുട്ടികളായിട്ടിരിക്കുന്നത്? അവരെന്തോ ഹെഡ് മാഷ് വല്ലതും ആണോ? ഒന്നുമല്ലല്ലോ. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭയം, ആ സിസ്റ്റത്തിനോടുള്ള ഒരു ഭയം, ഇത് നമ്മളുടെ തലയിൽ കുത്തിവെച്ചിരിക്കുകയാണ് ഫ്രം പ്രീ ഇൻഡിപെൻഡൻസ്. അന്ന് തൊട്ടേ ഉള്ളതാണ് ആ പേടി. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൂലിക്ക് നിർത്തിയിരിക്കുന്ന ഈ യൂണിഫോം ഇട്ട ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത്. നമ്മുടെ ശമ്പളത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച MLA പാസാക്കിയ പോലീസ് ആക്ടിന്റെ കീഴിലുള്ള അധികാരങ്ങൾ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് അവര്. ആ ജോർജ് സാറന്മാരും വഴിവിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ ഉപകാരപ്പെടുക. ഇപ്പോഴും പലർക്കും അറിയില്ല. അവർ അറസ്റ്റ് ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അവകാശങ്ങൾ, ഇവിടെ അതിനനുസരിച്ചാണോ ഇവിടെ അറസ്റ്റ് നടക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിക്കകത്ത് അക്കമിട്ട് 13 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന കണ്ടീഷൻ പ്രകാരം വേണം, ആരെ അറിയിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിശദമായിട്ടൊരു സാധനമുണ്ട്. അത് എത്ര പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. CCTVയുടെ കാര്യം നിങ്ങൾക്കറിയാം. CCTV സുപ്രീം കോടതി വിധി വന്നതാണ്. അതിനുശേഷം എത്രയിടത്ത് വെച്ചു. അത് CCTV മോണിറ്റർ ചെയ്യാൻ വേണ്ടി, അതിന്റെ റെക്കോർഡിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആ കമ്മിറ്റി എല്ലാ മാസവും എല്ലാ ഫുട്ടേജും നോക്കിയിട്ട് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനവും നടന്നിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ കമ്മിറ്റി എത്രയിടത്ത് കൂടുന്നുണ്ട്, എത്ര കമ്മിറ്റികളിൽ പോയി. ഇത് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുമെന്ന്, നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പുസ്തകം. ഇതിനകത്ത് ആ ചാപ്റ്ററിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അവിടെ ഒരു വിവരാവകാശം ഇടാനുള്ള ഫോം അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് വേണ്ടത്? ഞാൻ ഈ പറഞ്ഞ 13 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഓരോ കണ്ടീഷനിലും ഓരോ രേഖ വീതം വരും. കാരണം ഇന്നടത്തേക്ക് ഒരു ഇത് അയക്കാനുണ്ട്, ഇന്ന രീതിയിൽ ഇത് ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇത് മുഴുവനും ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വിവരാവകാശം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നേ പറ്റുള്ളൂ. തരണമെങ്കിൽ ഇത് ചെയ്തേ പറ്റും. ഓരോ അറസ്റ്റ് കഴിയുമ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് കേരളത്തിലെ ഓരോ പൗരനും ഈ വിവരാവകാശം ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കളി മാറില്ലേ?
ഇത് അറിയാത്തതുകൊണ്ടാണ് ഇത് പലരും ആ ഒരു ഭാഗത്ത് ചിന്തിക്കുന്ന പോലും ഇല്ല. അപൂർവമായിട്ട് കുറച്ച് വക്കീലന്മാർക്ക് മാത്രമേ ഇത് അറിയുന്നുള്ളൂ. ഇവര് തന്നെ എപ്പോഴേ ഇത് ചെയ്യാന്ന് വെച്ചാൽ കേസാകുമ്പോഴാണ്. കേസൊക്കെ ആവുന്ന സമയത്ത് അവർ അന്നേരം കോടതി പറയും DK ബസു കേസിൽ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് ആദ്യം നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും, നിങ്ങളുടെ അപ്പർ ഹാൻഡ് കൊണ്ടുവരാൻ പറ്റും. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ ജോർജ് സാറന്മാരെ അവരുടെ ഡയലോഗ് കേട്ടിട്ടും ഇതൊന്നും കണ്ടിട്ടും സത്യത്തിൽ ഭയപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. ഈ RTI അല്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം നമുക്ക് മനസ്സിലാവുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം ഭീരുക്കളാണ് ഇവരെല്ലാവരും, ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും. പക്ഷെ നിങ്ങൾ നെഞ്ചു വിരിച്ച് തിരിഞ്ഞു നിന്ന് പറയാം. അതൊരു സബ്സ്റ്റാൻഷ്യൽ നമ്പറിൽ വന്നാൽ ആലോചിച്ച കേരളത്തില് നമ്മുടെ കയ്യിൽ, മലയാളികളുടെ കയ്യിലുള്ളത് എന്താ ശരിക്കും? അക്ഷരാഭ്യാസമാണ്. എഴുതാനും വായിക്കാനും അറിയാം. എഴുതാനും വായിക്കാനും അറിയാണ്ട് നമ്മൾ എന്താ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്? നമ്മൾ പ്രണയലേഖനം എഴുതും മാക്സിമം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ 2 കമന്റ് അടിക്കും. ഇതാണ് നമ്മുടെ എഴുത്തിന്റെ അഭ്യാസം അവിടെ തീരുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ RTI ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1000 ഉപയോഗിക്കാൻ അറിയെങ്കിൽ വെറും 10 റുപ്യ ചെലവിലാണ്. 10 റുപ്യ ചെലവില് 10 റുപ്പീസ് ചെലവാക്കിയാൽ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ച്, ഒന്നുമല്ല 10ഓളം ചോദ്യങ്ങൾ ചോദിച്ച് ആ നിങ്ങൾക്ക് കൺസേൺ ഉള്ള ഒരു മേഖലയിൽ ആ സിസ്റ്റത്തിനെ ഫുൾ ഒന്ന് കുത്തിയിളക്കാൻ പറ്റും ഒരാൾക്ക്. ഇതുപോലത്തെ ഒരു 10ഓ 15ഓ മലയാളികൾ, എഴുത്തും വായനയും അറിയാവുന്ന 10,000 പേര് കേരളത്തിൽ കിട്ടാൻ പാടാണോ? ഇത്രയും പേര്, ഇതിലൊരു 10,000 പേര് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കുക, ഒരു 5 ആൾ ചോദിക്കുക, 10 ആൾ ചോദിക്കുക, എല്ലാ മാസവും ചോദിക്കുക. നിങ്ങൾക്ക് ഒരു ആശുപത്രി മുഴുവൻ നന്നാക്കി എടുക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഒരു പഞ്ചായത്ത് മുഴുവൻ നന്നാക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ. അത് പ്രവർത്തിക്കാൻ തുടങ്ങും. സിസ്റ്റം പ്രവർത്തിക്കും. ഒരു 10,000 പേര് മതി ഈ നാട് മുഴുവനും നന്നാവാൻ. കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ അറിയണമെന്നേ ഉള്ളൂ. ഒരു ആശുപത്രികളുടെ എക്യുപ്മെന്റ് ഇല്ല, പക്ഷെ ഇതൊക്കെ പറയുന്നത്, ഇതിനൊക്കെ ഉത്തരവാദികളുണ്ടെന്ന്. ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് മനസ്സിലാവുക. അന്നേരം അവന്റെ വാലിന് തീ പിടിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ നടത്തേണ്ട ആൾക്കാരുണ്ട്, ഉത്തരവാദികളായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. ആരുടെ കയ്യിലാണ് ഈ ഫയൽ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫയൽ നടപടി വരാത്തത്? ഇത് കൃത്യമായിട്ട് ചോദിക്കണ്ടേ? ചോദിച്ചു കഴിഞ്ഞാൽ കാണാം അന്നേരം വാലിന് തീ പിടിക്കും. ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നടപടി എടുക്കേണ്ട ആരാന്നുള്ളതാണ് അടുത്ത ചോദ്യം. അയാളിലേക്ക് പോകും. പരാതി അയക്കും. ഒരു പരാതി ഇട്ട് കഴിഞ്ഞാൽ പരാതിയുടെ പിന്നാലെ RTI ഇടാം. വിടരുത്. വിടാതെ കുറച്ച് പേര് ഇതിന്റെ പിന്നാലെ ഉണ്ട്, പൗരന്മാരുണ്ടെന്ന് വെച്ചിട്ട് ഈ കുട്ടികൾ തന്നെ. ഇപ്പം നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കൂടെ അവിടെയൊക്കെ RTI ക്ലബ്ബുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതും ഇതിനകത്ത് വിശദമായിട്ട് പറയണം, എങ്ങനെ ചെയ്യാം, എങ്ങനെ റുട്ടീനായിട്ട്. നിങ്ങളൊരു ഏരിയ എടുക്കുക, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ ആ ഏരിയയിലുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു റോഡ് പണി നടക്കുന്നേ ഇല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ RTI ഇട്ട് നോക്കുമ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാവുക ഇതിനു വേണ്ടി ഫണ്ടും വന്ന് കാണും, കടലാസിൽ ചിലപ്പോൾ റോഡ് പണി നടന്നും കാണും. ഇത് ബീഹാറിലോ മറ്റോ ഒരെണ്ണം ഇതുപോലെ ഉണ്ട്. ഈ കിണർ കുഴിക്കുന്നു, പിന്നെ അത് കിണർ അപകടകരമാണെന്ന് കണ്ടിട്ട് കിണർ മൂടുകയും ചെയ്തു. എല്ലാം കടലാസിലാണ്, പക്ഷെ പൈസ അതിലേക്ക് പോയി. പാലങ്ങൾ പണിയുന്നു, പാലങ്ങൾ പൊളിയുന്നു, വീണ്ടും അത് പണിയുന്നു. ഇതെല്ലാം കടലാസിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ അറിയുമെങ്കിൽ ചോദിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഇതങ്ങ് ദൂരെ എവിടെയോ നടക്കുന്നതാണ്. കേരളത്തിലും ഇതിനപ്പുറത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പുസ്തകം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിവരാവകാശ പ്രവർത്തകർ പലരും പല രസകരമായിട്ടുള്ള കഥകളാണ് പറഞ്ഞത്. നമ്മൾ സങ്കല്പിക്കാത്ത ലെവലില് PSC പോലുള്ള വളരെ നമ്മൾ ഭയങ്കര റിപ്പോർട്ടുള്ള എത്രയോ പേര് അവരുടെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടൊക്കെയാണ് പരീക്ഷയൊക്കെ എഴുതുന്നത്. ആ രേഖകളിൽ കൃത്രിമം നടത്തിയിട്ട് ആലപ്പുഴ ഭാഗത്ത് എത്ര അപ്പോയിന്റ്മെന്റ് നടന്നെന്ന് അറിയാമോ? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ മുഴുവൻ രേഖകൾ ഈ ഒരു പ്രവർത്തകൻ എനിക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തന്നു. ഞെട്ടിപ്പോകും, ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇവരെ വൈകിട്ടാണ് വിവരാവകാശം ഇത് ഉപയോഗിക്കാനുള്ള ടെക്നിക്കൊക്കെ പഠിച്ച് വന്നത്. മുമ്പേ കുറച്ച് പേര് അതിനു വേണ്ടി ശ്രമിച്ചിട്ടെങ്കിൽ നടക്കുകയില്ലായിരുന്നു. ഇതിനിപ്പോൾ പിടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് ഈസ് ഹാപ്പനിങ്, ഇത് എ പവർഫുൾ ടൂൾ. ഇത് ഉപയോഗിക്കാൻ ദയവ് ചെയ്ത് നമ്മൾ മടി പിടിച്ചിരിക്കാതിരിക്കുകയാണ്. കർമ്മം അല്ലെങ്കിൽ ധർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ മടിച്ച് മാറി നിൽക്കുമ്പോൾ നിങ്ങളും അധർമ്മത്തിന്റെ ഭാഗമാണ്. കൗരവ സദസ്സിലാണ് ഭീഷ്മരുടെ കഥ പറയുന്നവരാണ്. ഭീഷ്മര് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മതി, എല്ലാം അടിച്ചിടാനുള്ള കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താണ്, ദ്രൗപതിയെ അധിക്ഷേപിക്കുന്ന സമയത്തും അവിടെ മിണ്ടാതെ നോക്കി നിന്ന് അധർമ്മത്തിന്റെ ഭാഗമായിട്ട് നിന്നതാണ്. അങ്ങനെ നിൽക്കുന്ന ഭൂരിപക്ഷം പേരാണ് മലയാളികൾ വിഷമത്തോടെ പറയേണ്ടി വരും. കഴിവുണ്ട്, പക്ഷെ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു നിറഞ്ഞ സദസ്സിൽ ഒരു പക്ഷെ ഒരാളെങ്കിലും ഉണ്ടാവും എന്താണ് വിവരാവകാശ നിയമം എന്ന് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല.
RTI. ഈ ഒരു പുസ്തകം അതിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന ഈ പുസ്തകം RTI കംപ്ലീറ്റ് ഹാൻഡ് ബുക്ക് എന്നാണ്. വിവരാവകാശ നിയമം പഴുതുകളില്ലാതെ. ഇപ്പൊ അദ്ദേഹം തൊട്ട് മുമ്പ് സംസാരിച്ചപ്പോൾ ഒരു ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാനത് ആവർത്തിക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് എന്താണ് വിവരാവകാശ നിയമം, അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം, അത് നടക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും. അതിനെക്കുറിച്ച് ഒന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ വിവരാവകാശം എന്ന് പറഞ്ഞിട്ട് 20 വർഷമായി കേട്ടോ വിവരാവകാശ നിയമം വന്നിട്ട്. ഇതിന്റെ ഒറിജിൻ ആദ്യം നമ്മൾ അറിയണം. ഇത് ജനിക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനില് അരുണ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവര് റിസൈൻ ചെയ്തു. സസ്പെൻഷൻ അല്ല കേട്ടോ, അവർ റിസൈൻ ചെയ്തു. അവര് രാജിവെച്ചിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഗ്രാമങ്ങളിൽ ഈ കുറെ കോൺട്രാക്ട് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. രേഖയിൽ ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവർ സംസാരിക്കുമ്പോഴാണ് ഇവർക്കൊന്നും പൈസ ഒന്നും കിട്ടുന്നൊന്നുമില്ല. അന്വേഷിച്ച് വിളിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കോൺട്രാക്ടർമാര് ഇവരുടെ പേരിലുള്ള പൈസക്ക് എത്രയോ എടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തതായിട്ട് ഷൂ വരച്ചിട്ടുണ്ട്. എല്ലാ കള്ളരേഖകളും ഒക്കെയാണ്. അങ്ങനെയാണ് ഇവരവിടെ ഒരു മൂവ്മെന്റ് തുടങ്ങുന്നത്. ഈ പറഞ്ഞ രേഖകൾ മുഴുവനും ഞങ്ങൾക്ക് കാണണം എന്ന് അവകാശപ്പെട്ട് അവസാനം അത് അവര് ഒരു മൂവ്മെന്റ് നടത്തിയിട്ടാണ് ഇത് സാധിച്ചെടുത്തത്. ഒരു ജൻസുൻവായി എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ട്. ജൻസുൻവായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗ്രാമീണരെല്ലാവരും വട്ടം കൂടി അവിടെ ഇരിക്കുന്നു. ഈ പറഞ്ഞ രേഖകൾ മുഴുവനും അവിടെ കൊണ്ടുവരുന്നു. ഈ രേഖകൾ ഓരോന്നും പരിശോധിച്ചിട്ട് പറയും, രാംലാലിന് ഇത്ര കാശ് കിട്ടി, ഇതാണോ? അപ്പൊ രാംലാലിനെ ഇട്ട് പറയും, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഈ ഭാഗത്തേ വന്നിട്ടില്ല. അങ്ങനെ ഓരോ കേസും അവിടുന്ന് പൊളിച്ച് അങ്ങനെയാണ് ഈ സംഭവം വളരുന്നത്. അതിനുശേഷം ഇതൊരു നിയമമായിട്ട്, ഒരു അവകാശമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള തോട്ട് വരികയും അങ്ങനെ അരുണ റോയും കുറെ പേരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് 2005 ഇതിന് നിയമം വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്ക് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിയമമാണ് RTI ആക്ട്. ജനങ്ങൾക്ക് മാത്രമല്ല, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും. അല്ലെങ്കിൽ ഈ സിസ്റ്റം അങ്ങ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കളയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ നിയമം വന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വളരെ പരിമിതമായിട്ടുള്ള എക്സെപ്ഷൻസേ ഉള്ളൂ. ചില കാര്യങ്ങൾ മാത്രമാണ് RTI ഒഴിവാക്കി വെച്ചിട്ടുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഫയൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടെ അറിയണം. അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ ആദ്യത്തെ ചില ചാപ്റ്ററുകളിൽ പറയുന്നത്. കാരണം പലരും RTI ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഭാഗത്തെ റോഡ് മോശമാണ്, എന്തുകൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ മറുപടി ഒന്നും കിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ അറിയണം. അപ്പൊ ആദ്യം ഈ ഫയൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവണം. ഒരു സർക്കാർ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇപ്പുറത്ത് പിന്നെ വരുന്ന കത്തുകളും ഇടപാടുകളും അതൊക്കെ ഒരു വശത്തും ഉണ്ടാവും. ഇതിനകത്ത് തീരുമാനം എഴുതുന്നത് എങ്ങനെയാണ്, ആരാണ് ഇതിന്റെ ഉത്തരവാദി, ഇതൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സർക്കാർ പ്രവർത്തിക്കുന്ന രീതി, അതിന്റെ മെത്തേഡ്, സർക്കാരിന് ഒരു ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബ്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വലിയ ജീവിയാണെന്ന് വിചാരിക്കുക ഈ സിസ്റ്റം. അതിന്റെ ബ്രെയിൻ തുറന്ന് അതിന്റെ അകത്ത് പരിശോധിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്റേ മെഷീനാണ് RTI. അല്ലെങ്കിൽ ഇരുട്ടാണ്, നമുക്ക് പുറത്ത് അറിയാൻ പറ്റില്ല. ഈ എക്സ്റേ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ആരെവിടെയാണ് തീരുമാനം എടുത്തത്, ആരാണ് ഇതിന് ഉത്തരവാദി, ആരാണ് ഇത് വെച്ച് താമസിപ്പിച്ചത്, ഇത് മുഴുവനും നമുക്ക് കാണാൻ പറ്റും. ഈ എക്സ്റേ മെഷീൻ ആണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇതിന് നമ്മളൊരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരം അതിനൊരു മറുപടി തരണം എന്നുള്ളതും നിർബന്ധമാണ്. അതെ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഓഫീസുകളിലും ഒരു ഇൻഫർമേഷൻ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട്. അത് അവിടെ പോയാൽ കാണാൻ പറ്റൂല ആളെ, അയാൾ വിളിച്ചിരിക്കുകയായിരിക്കും. അയാൾ അവിടെ തന്നെ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം. അയാളുടെ പേരിന്റെ കൂടെ അയാളാണ്, ഒരാളെ അങ്ങ് ഡെസിഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അയാളാണ്. പക്ഷെ അയാൾ പറയുന്നില്ല ഞാനാണ്. എല്ലാ ഓഫീസിലും വേണം. ഇയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് അനുസരിച്ച് 30 ദിവസത്തിനുള്ളിൽ അതിന്റെ മറുപടി തരിക എന്നുള്ള ഒറ്റ പണിയേ ഉള്ളൂ അയാൾക്ക്. അയാൾ തന്നില്ലെങ്കിൽ അപ്പീലുണ്ട്, അവിടെ തന്നെ ഒരു അപ്പലേറ്റ് ഓഫീസറുണ്ട്, അതും അയാളെ നമുക്ക് കാണാൻ കിട്ടില്ല, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അയാൾ തരണം. അയാളും തന്നില്ലെങ്കിൽ നമുക്ക് വിവരാവകാശ കമ്മീഷണറിലേക്ക് തേർഡ് അപ്പീൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അപ്പീൽ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു നടപടിയുണ്ട്. അത് അതിന്റെ ലീഗലായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലീഗലി ദേ ആർ ബൗണ്ട് ടു ഗിവ്. തന്നില്ലെങ്കിൽ 20,000 രൂപ വരെ ഫൈനും വരാം. അപ്പൊ 20,000 രൂപ വളരെ ചെറിയ ഫൈനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയാം. ഈ വിവരാവകാശം നിയമം വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിനകത്തുള്ളവരും ഇതിനെ എങ്ങനെ ചെറുക്കാമെന്ന് പഠിക്കാൻ തുടങ്ങി.
ഞാനും സിസ്റ്റത്തിനകത്താണല്ലോ. അപ്പോൾ അകത്തിരിക്കുമ്പോൾ നമ്മൾ RTIയുടെ മീറ്റിങ്ങുകളും ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. അവിടെയൊക്കെ പ്രധാനമായി ഫോക്കസ് എന്താണെന്നറിയാം, എങ്ങനെ വിവരം കൊടുക്കാതിരിക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് നോ പറയാം, എങ്ങനെ മറച്ചു വെക്കാം, എങ്ങനെ വൈകിപ്പിക്കാം, ഇതൊക്കെയാണ് അകത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ പുറത്ത് വന്നിട്ട് ഞാൻ പറയുന്നത് നേരെ തിരിച്ചിട്ടുള്ള സാധനം. അതായത് എങ്ങനെ അത് പുറത്തെടുക്കുക എന്നുള്ള ടെക്നിക്കുകളാണ് ഇതിനകത്ത് പറയുന്നത്. അകത്തെ കളികൾ അറിയുന്നതുകൊണ്ട് കൂടെയാണ് അതിനനുസരിച്ചുള്ള ടെക്നിക്കുകളാണ് പറഞ്ഞു തരുന്നത്. താമസിപ്പിക്കാനൊക്കെ പറ്റും 30 ദിവസം. കുറച്ച് കള്ളം എഴുതി തരാനുള്ള സ്കോപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ രേഖയാണ് എപ്പോഴും ചോദിക്കേണ്ടത്. ഡോക്യുമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കള്ളം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരു ഒറ്റത്തവണ ഒരു തീർപ്പാക്കൽ പോലെ ഒരു വെടിക്ക് വീഴ്ത്താനല്ല നമ്മൾ ഇറങ്ങേണ്ടത്. വിവരാവകാശം ഉപയോഗിക്കുന്നതിന് ഒരു ടെക്നിക്കുണ്ട്. ഒരു 3 റൗണ്ട് കളി കളിക്കാൻ ഉള്ള ആ ഒരു തയ്യാറെടുപ്പോടുകൂടെ വേണം പോകാൻ. ഇതിൽ എങ്ങനെ ആദ്യത്തെ എന്ത് ചോദിക്കണം എന്നൊക്കെയുള്ള പുസ്തകത്തിൽ പറയാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡോക്യുമെന്റ്സ് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കള്ളം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ടൈം ലോക്ക് എന്ന് പറയും. ഒരു തവണ RTIയിൽ ഡോക്യുമെന്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ, ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ സമയം അതിൽ രേഖപ്പെടുത്തി അത് ലോക്കായി. ഇനി അതിനകത്ത് കൃത്രിമം നടത്താൻ പറ്റില്ല, ഇനി അതിനകത്തൊന്നും എഴുതി ചേർക്കാൻ പറ്റില്ല, ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് എങ്ങനെ ലോക്കാക്കാന്നുള്ളത്. രണ്ടാമത്, കള്ളം എഴുതി തരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉള്ള ഡോക്യുമെന്റ് ഇല്ല എന്ന് എഴുതി തരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, മാത്രമല്ല ചിലപ്പം ഭയങ്കര അഴിമതിയൊക്കെ നടക്കുന്ന ഓഫീസായിരിക്കും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം 25,000 ഫൈൻ പ്രശ്നമല്ല. അവൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 5-10 ലക്ഷം കിട്ടുന്നുണ്ട്. അപ്പൊ അവന് സ്കൂളായിട്ട് കുഴപ്പമില്ല, കുറെ അപ്പീലൊക്കെ പോയിട്ടല്ലേ അന്നേരം 25 കൊടുക്കുന്നില്ല, ഞാൻ അന്നേരം മാനേജ് ചെയ്തോളാം എന്ന് ധാർഷ്ട്യത്തിൽ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ 100% കള്ളം അല്ലെങ്കിൽ തെറ്റ് പറയുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് ഹായ് ലോട്ടറി അടിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. കാര്യം എന്താണ്? ഒരു വിവരാവകാശ അപേക്ഷയ്ക്കാണ് 25,000 ഫൈൻ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടുന്നത് ഒരു 10-20 പേരെ കൊണ്ട് ഇതേ ചോദ്യം ചോദിപ്പിക്കുക, എല്ലാത്തിനും ഇവൻ ഇതേ കള്ളത്തരം എഴുതി തരും, എല്ലാം കൂടെ വരുമ്പോൾ 10-20 ലക്ഷത്തിന്റെ ഫൈൻ അടിച്ചു കൊടുക്കാം. ഇതവിടെ പ്രായോഗികമായിട്ടുള്ള ടിപ്സാണ് ഈ പറയുന്നത്. ഇത് ഈ ചില ഇതില്ലേ, നമ്മൾ വിരല് വളച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ടെക്നിക്കുകൾ, അമ്മാതിരി ടെക്നിക്കുകളും മനസ്സിലാക്കി പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഇവരുടെ അടുത്തുനിന്ന് കൃത്യമായി ഒരു തവണ നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാവും നല്ല താത്തമ്മ പൂച്ച പോലെ ഇവര് പെരുമാറുന്നത്. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ആ ഒരു ആദ്യത്തെ ഇനീഷ്യൽ മടി കടന്ന് പോകണം. ഒറ്റത്തവണ ഒരു RTI കൊടുത്തു കഴിഞ്ഞാലൊന്നും ഇവരൊന്നും മൈൻഡാക്കില്ല. നിങ്ങൾ അപ്പീല് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇവരുടെ മുട്ടിരിക്കുന്നത്. ഞാൻ അകത്തുനിന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പീലൊക്കെ പോയി തുടങ്ങുന്നു. വേറെ ഉണ്ട്, അപ്പീല് മാത്രമൊന്നുമല്ല, ചില രേഖകൾക്ക് കുറ്റകൃത്യത്തിന്റെ സ്വഭാവമുണ്ട്. നമ്മൾ ചോദിക്കുന്ന രേഖ അതിനകത്ത് അത് വെച്ചിട്ട് നമുക്ക് ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ടെങ്കിൽ ആ രേഖ കള്ളത്തരത്തിൽ മറച്ചു വെച്ച് അവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സപ്രഷൻ ഓഫ് എവിഡൻസ് കൂടെയാണ്. എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായിട്ടും കൂടെ അവര് ഭാഗമായി എന്ന് പറഞ്ഞ് നമുക്ക് FIR ഇരിക്കാൻ പറ്റും. നമ്മൾ ഇതൊന്നും ചെയ്യാതെ വെച്ചോ ഇതൊക്കെ വലിയ മെനക്കേടാന്ന് വെച്ചാൽ ഒന്നുമല്ലെന്നേ, മെനക്കേടൊന്നുമല്ല. FIR ഇടലൊക്കെ നമ്മളെ പേടിപ്പിച്ചു വെച്ചിരിക്കുക. നിങ്ങൾ FIR ഇടുമ്പോഴാണ് കളി മാറുന്നത്. നിങ്ങൾ എപ്പോഴും സങ്കല്പിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് എനിക്ക് പണി കിട്ടും. അങ്ങനെയല്ല. FIR ഒരു കറക്റ്റായിട്ടുള്ള പരാതി എഴുതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിന്റെ പണിയാണ്, പ്രോസിക്യൂഷന്റെ പണിയാണ്. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നിങ്ങൾ വല്ലപ്പോഴും മൊഴി കൊടുക്കാൻ വേണ്ടി കോടതി പോകാന്നല്ലാതെ നിങ്ങളത് തലയിലോട്ട് എടുക്കരുത്. ഇത് അയ്യോ കേസ് എന്തായി അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇടണം, പടപട ഇട്ടുകൊണ്ടേയിരിക്കണം. 2-3 കേസ് അങ്ങനത്തെ വരുമ്പോഴേക്ക് ഇവരൊക്കെ പണി പഠിക്കും. കാരണം എന്താ, സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവനാണ്, അവനെതിരെ 4-5 FIR കിടക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഇത്തരം പ്രായോഗികമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തിനെ മെരുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പം മതം പിടിച്ചിട്ടുള്ളത്, മതം പിടിക്കുക എന്ന് പറയില്ല, തലയ്ക്കങ്ങ് അഹങ്കാരം പിടിച്ച് ഒരു ആരെയും കുത്തിത്തെറിപ്പിച്ച് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ജനങ്ങളെ തന്നെ കുത്തിത്തെറിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു മതയാളിയെ പോലെ പെരുമാറാണ്. തളയ്ക്കണം, സിസ്റ്റത്തിനെയാണ് തളയ്ക്കേണ്ടത്, അല്ലാതെ ജനങ്ങളെ എല്ലാം നിലയ്ക്ക് നിർത്തേണ്ടത്. സിസ്റ്റം ഓൾവേസ് ഹാസ് ടു ബി പുട്ട് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതിനെ നിലയ്ക്ക് നിർത്തി ഭരണഘടനയുടെ ആ ഒരു എന്താ പറയാ 4 വാൾസിനകത്ത് തന്നെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ജനങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇത് ആക്ച്വലി അവർ ജോബ്. നമ്മൾ 5 വർഷത്തിൽ ഒരിക്കൽ പോയി വോട്ട് കുത്തിയിട്ട് വരലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണമല്ലോ. നമ്മൾ മോണിറ്ററിങ് ഇല്ലാതെ വരുമ്പോഴാണ് കയറൂരിയ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. അത് അക്രോസ് പാർട്ടീസ്, ഏത് പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങളുടെ ഒരു സ്ക്രൂട്ടനിയോ മേൽനോട്ടമോ ഇല്ലെങ്കിൽ ഒരു ഉളുപ്പില്ലായ്മ എന്ന് പറയും. ഒരു ഉളുപ്പില്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. ഒരു കോൺസിക്വൻസും ഇല്ല, നമുക്ക് എന്തും ആവാം എന്ന ഒരവസ്ഥയിലേക്ക് പോകും.
അപ്പോഴെങ്കിലും നമ്മൾ തിരിച്ച് ഒരു പ്രതികരിക്കുകയും നമ്മുടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. അത് ഈ അവതാരമൊക്കെ പുറത്തെവിടെ വരും എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ്, പുറത്തെവിടുന്നു ദൂരത്തുനിന്ന് ഒരു അവതാരം വരുമെന്നോ അല്ലെങ്കിൽ ഈ ആരെങ്കിലും വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ച് ജീവിച്ചാലൊന്നും എവിടെ എത്തില്ല. ഇറ്റ് ഈസ് വിതിൻ യു. നിങ്ങളുടെ ഉള്ളിലാണ് അവതാരം വരേണ്ടത്. ചുറ്റും അധർമ്മം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് അവതാരം വരിക? നിങ്ങളുടെ ഉള്ളിലാണ്. ഒരുപാട് തലമുറയുടെ നിരാശയും കണ്ണീരും ഒക്കെ ഒരുപക്ഷെ ഈ ഒരു നിയമത്തിന്റെ അഭാവത്താൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതി അറിയാത്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. എത്രയോ ആളുകൾ അവർ ഉദ്ദേശിച്ച ഫലം കിട്ടാതെയോ അവർ കൊടുത്ത ഫയലിനുള്ള നീക്കുപോക്ക് സംഭവിക്കാതെയോ അവരുടെ ഉദ്ദേശം നടക്കാതെയോ ഒക്കെ പോയിട്ട് ചിലപ്പോൾ ജീവൻ വരെ ആത്മഹത്യ വരെ ചെയ്ത ആളുകൾ നമുക്കിടയിലുണ്ടാവാം. നമുക്ക് മുമ്പേ ജീവിച്ചു പോയവരുണ്ടാവാം. നമ്മൾ 100% സാക്ഷരരാണെന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ആവശ്യത്തിനുള്ള സാക്ഷരത, ബുദ്ധി, ബോധം കാണിക്കാറില്ല. നേരത്തെ സാർ പറഞ്ഞതുപോലെ വോട്ട് കുത്തി കഴിഞ്ഞാൽ അവിടെ തീരുന്നു. ആരുടേതാണ് ഈ ഗവൺമെന്റ് എന്നാണ് രാജസ്ഥാനിലെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നിരന്തരം ആ ചോദ്യം ചോദിക്കണം, ആരുടേതാണ് ഈ ഗവൺമെന്റ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ്? നമ്മൾ മറക്കുന്നതും ആ ഒരു കാര്യമാണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. നമ്മൾ മറക്കുന്നതും അതാണ്. എങ്കിലും പാവപ്പെട്ടവന് ഇതിന് കഴിയും, ഇത് ചെയ്യുമെന്ന് താങ്കൾക്ക് കുറച്ച് പറയാൻ പറ്റുമോ? നല്ല ചോദ്യം. ഞാൻ ഇപ്പൊ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നിടത്തും പറയുന്നത് ഇതാണ്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുന്നിടത്താണ് മനുഷ്യനാവുന്നത്. നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത്തരം കഴിവുകൾ കിട്ടിയിരിക്കുന്നത്. മറ്റു മൃഗങ്ങൾക്ക് ഇല്ലാത്തതും അതാണ്. അതൊന്നും നമുക്ക് എംപതൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് കരുണയും ആർദ്രതയും ഒക്കെ കാണിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ മിറർ ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഒരു വ്യക്തി വേറൊരാളുടെ വിരലിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് ചോര കണ്ടാൽ ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് പൊടിയും അല്ലേ, നമുക്കൊരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു വിഷമം തോന്നും. അത് നമുക്ക് എംപതൈസ് ചെയ്യാനുള്ള ഒരു കഴിവുകൊണ്ടാണ് ഈ മിറർ ന്യൂറോൺസ് വരുന്നത്. അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യത്വം. മനുഷ്യത്വമുള്ള ആൾക്കാരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള അത്രയ്ക്ക് സൗഭാഗ്യമില്ലാതെ പോയ ആൾക്കാരുടെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ വേണം എഴുതിയെടുക്കാൻ. നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കില്ലേ? ഈ നമ്മൾ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കൈപൊക്കി ഉയർത്തി കൊണ്ടുപോയിരുന്നു എന്നൊക്കെ നമ്മൾ ഭയങ്കര ഇത് പറയുന്നു, നമ്മളുടെ മഹാ ഔദാര്യം പോലെ ചെയ്യുന്നു. അങ്ങനെയൊന്നും ആരെയും ഗീതയിൽ പറയുന്നത് ഉദ്ധരാത്മാൻ അവനവനാണ് ഉദ്ധരിക്കേണ്ടത്. ഉദ്ധരിക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കി കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നേ. ഇത് നോളജാണ്, വിദ്യാദാനമാണ്. നമ്മൾ വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരാൾക്ക് മീൻ മേടിച്ചു കൊടുക്കുകയല്ല, യു ടീച്ച് ഹിം ഫിഷിംഗ് എന്ന് പറയില്ലേ, മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ആ പൗരനെ അവന് ഇനിയും ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. അവന് ഇനിയും ഈ സിസ്റ്റം തൊടാൻ ധൈര്യപ്പെടരുത്. ആ രീതിയിൽ അവനെ ശക്തനാക്കി വിടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും പറ്റുമോ, എല്ലാവർക്കും ഇത് RT ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒന്നാമത് BPL അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിന്റെ 10 രൂപ ഫീസ് പോലും ഇല്ല. ഒരു ഡോക്യുമെന്റിനും ഫീസ് കൊടുക്കണ്ട, സൗജന്യമാണ്, പൂർണ്ണമായിട്ടും സൗജന്യമാണ്. പക്ഷെ അവന് പറഞ്ഞു കൊടുക്കാനാണ് ആളില്ലാത്തത്. ഇത് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലേ? ഒന്ന് ഗൈഡ് ചെയ്യാൻ സാധിക്കില്ലേ? അതിനുള്ളൊരു സമയം നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലേ? അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്താൽ എന്തുകൊണ്ട് നടക്കില്ല? ഉറപ്പായിട്ടും നടക്കും. കോഴിക്കോട് താങ്കളുടെ ഒരു പദ്ധതിക്ക് ഒരു പേര് ഇട്ടതിൽ സുലൈമാനി എന്നൊരു അല്ലേ, അതിന്റെ മുഴുവൻ ഓപ്പറേഷൻ സുലൈമാനി. അതെ. അപ്പൊ അതുപോലെ ഇപ്പോ ഈ പുസ്തകത്തിലായാലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മള് സിനിമയായിട്ട് ബന്ധപ്പെട്ടതോ നമ്മൾ ട്രോളുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ വൈറലായിട്ടിരിക്കുന്ന കോമഡി ആയിട്ടിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ സുലൈമാനി എന്നുള്ള പദ്ധതിക്ക് പേരിടുന്നു. അപ്പോൾ താങ്കൾ സാധാരണക്കാരന്റെ ആ ഒരു പൾസ് അറിയാൻ വേണ്ടി മനഃപൂർവ്വം ഒരു താങ്കളുടെ ഉത്തരവാദിത്വം അത് ആണ്, എന്നാൽ പോലും എല്ലാവരും ചെയ്യാത്തത് എന്തുകൊണ്ട് താങ്കൾ ചെയ്യുന്നു? അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഞാൻ പറയുന്നത്, നമുക്ക് ഓരോ സമയത്ത് ഓരോ വേഷം കെട്ടാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് വേറൊരു വേഷപ്പകർച്ചയൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് കസേരയിൽ കയറുമ്പോൾ പലരും ആ വേഷം കെട്ടും. പിന്നെ അങ്ങ് ഭാഷയൊക്കെ അങ്ങ് മാറ്റും. എഴുതുമ്പോഴും അറിയാത്ത എവിടെ നിന്നൊക്കെയോ സാഹിത്യം വരും, കാണിച്ചാൽ പൊട്ടാത്ത താത്വികമായ എന്തൊക്കെയൊക്കെ കയറി വരാൻ തുടങ്ങും. ഇതെന്തിന്? നമ്മൾ ഓക്കെ, ഒരു സാഹചര്യം സന്ദർഭവും അതൊക്കെ അനുസരിച്ചുള്ളൊരു ഭാഷ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ആവേണ്ട കാര്യമൊന്നുമില്ല.
ആരെങ്കിലും ഇക്കാലത്ത് സാഹിത്യപരമായിട്ട് ഇങ്ങനെ വാരിക്കോരി കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ ഇട്ട് പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചുറ്റുവട്ടത്തൊന്നും ഞാൻ ആരെയും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതലും കുറെ ഇംഗ്ലീഷ് വാക്കുകൾ പോലും കയറി വരും. അതൊന്നും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. എൻ്റെ പർപ്പസ് ഇവിടെ ഇപ്പം മലയാള ഭാഷയെ ഉദ്ധരിക്കലല്ല, ഈ ഒരു നോളജ്, ഈ RTI സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഉതകുന്ന ഏറ്റവും നല്ല ഭാഷ ഞാൻ സാധാരണ സംസാരിക്കുന്ന ഭാഷ തന്നെയാണെന്നുള്ള ബോധ്യം കൊണ്ടാണ് അതേ രീതിയിൽ തന്നെ ഒരു കോൺവെർസേഷണൽ ലാംഗ്വേജ് അല്ല, കോൺവെർസേഷണലാണ്, അല്ലാതെ ഒരു PhD തീസിസ് പോലെ അല്ല. ഓർമ്മിപ്പിക്കുന്നത് എനിക്ക് പന്മന രാമചന്ദ്രൻ നായരുടെ നല്ല ഭാഷ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. DC ആണ് അത് ഇറക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം മലയാള ഭാഷയെ അതില് കോൺവെർസേഷൻ രൂപത്തിൽ വളരെ ലളിതമായിട്ട്, എനിക്ക് ആ ഒരു രീതിയാണ് ഇത് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ അങ്ങ് നല്ലൊരു ഭാഷ, ലളിതമായ ഒരു ഭാഷ കൈയടക്കമുള്ള ഒരു എഴുത്തുകാരനാണ്. സത്യത്തിൽ എഴുത്തുകാരനാണോ, ആയിരുന്നോ, അതോ ആയതാണോ, അതോ ആക്കിയതാണോ? ചോദ്യം തന്നെ എന്നെ ആക്കിയതാണോ? അല്ല, ശരിക്കും പറയൂ. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അത്യാവശ്യം എഴുത്തിന്റെ അസ്ഥിതയുണ്ട്. അപ്പം മലയാളം മാഷ് നല്ലൊരു മാഷായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെറ്റായിട്ട് നമ്മളിങ്ങനെ നടക്കുമല്ലോ. അപ്പൊ അന്ന് പക്ഷേ ഈ സാഹിത്യപരമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ അതൊക്കെയാണ് ട്രെൻഡ്. അന്ന് മാഷും അതാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് എഴുതും, അന്ന് കുറേ ഇതൊക്കെ എഴുതുമായിരുന്നു. പിന്നീട് സത്യം പറഞ്ഞാൽ തിരക്ക് കാരണം എഴുത്തും ഇതൊക്കെ കുറച്ചൊന്ന് വിട്ടു. സ്വകാര്യമായിട്ടുള്ള മാത്രം എഴുത്തായി, ഫേസ്ബുക്കിൽ മാത്രമുള്ള എഴുത്തായി, അങ്ങനെ ഇരിക്കുക ഒരു സമയത്താണ്, എനിക്കൊന്ന് കോവിഡിന്റെ ആ ഒരു സമയത്താണ് ഫേസ്ബുക്കിൽ എഴുതി കുത്തിക്കളിച്ച് സമയം കളയാതെ മര്യാദയ്ക്ക് വല്ലതും എഴുതി പബ്ലിഷ് ചെയ്യൂ മനുഷ്യ എന്ന് എൻ്റെ ഭാര്യ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ പുസ്തകം വരുന്നത്. പക്ഷെ അപ്പോഴും പുസ്തകം എഴുതുന്നത് എന്ന് പറഞ്ഞാലും ഈ എഴുത്തുകാരൻ എന്നാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഇതിനെ ഓരോന്നൊരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് പോലെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവിടെ ഇരിക്കുമ്പോഴും ഇതില് എൻ്റെ കവർ ഡിസൈൻ തൊട്ട് അതിനകത്തുള്ള ഇല്ലസ്ട്രേഷൻസ് ആണെങ്കിലും, ഇപ്പൊ പ്രത്യേകിച്ച് ആദ്യത്തെ പുസ്തകത്തിന്റെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറവറ അതിനകത്ത് സ്റ്റിക്കേഴ്സ് ആണ് ശരിക്കും. കളക്ടർ ബ്രൂവിനകത്ത് എല്ലാ പേജിലും ഒരു 10 സ്റ്റിക്കറെങ്കിലും ഉണ്ടാവും ഓരോ കഥ പറഞ്ഞതിന്റെ സൈഡിൽ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റിക്കറുകൾ ആ ഒരു രീതിയിൽ വേണം അത് വായിക്കാൻ. ഇതില് നിറയെ ചിത്രങ്ങളാണ്. ഇത് വേറൊരാളുടെ സംഭാവന അല്ല, അല്ലെ? സ്വന്തം സംഭാവന തന്നെയാണ്. ഡിജിറ്റൽ ആർട്ട് അത് ഇപ്രാവശ്യം അതിനകത്ത് ചിത്രങ്ങളും ചെയ്യാനൊരു അവസരം ഉണ്ടായി. മുമ്പായിരുന്നെങ്കിൽ ഏതെങ്കിലും ചിത്രകാരിയെ പിടിച്ച് ആർട്ടിസ്റ്റ് വയ്ക്കും. ഇത്തവണ കുറച്ചുകൂടെ, കാരണം ഇപ്പൊ ഡിജിറ്റൽ ആർട്ടൊക്കെ കുറച്ചുകൂടെ വഴങ്ങുന്നുണ്ട്, ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അന്നേരം അതും പബ്ലിഷ് ചെയ്യും. അതൊരു അവസരമല്ലേ, നമ്മൾ ഓരോന്നൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഓരോന്നല്ല. അപ്പൊ അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഭാഷയായാലും ഈ സ്റ്റാറ്റിക് അല്ലല്ലോ. നമ്മൾ പത്രത്തിൽ തന്നെ 100 വർഷം മുമ്പത്തെ എന്നൊക്കെ പറഞ്ഞ് വായിക്കാറുണ്ട്. അപ്പൊ 100 വർഷം ആ ഭാഷ വേറെ എന്തുവാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അന്നത്തെ നല്ല ഭാഷയാണ്. ഇന്നത്തെ പത്രവാർത്ത വേറെയാണ്, ഇന്നത്തെ ഓൺലൈൻ മീഡിയ വാർത്ത വേറെയാണ്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാമിലെ ഭാഷ വേറെയാണ്, ഫേസ്ബുക്കിലെ ഭാഷ വേറെയാണ്. ഓരോരുത്തരും വ്യത്യസ്തമാണ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു സങ്കരമാണ് നമ്മൾ സാധാരണ ഇപ്പോൾ സംസാരിക്കുന്നത്. സിനിമ എല്ലാം കയറി വരുന്നുണ്ട്, റെഫറൻസുകൾ പലതും കയറി വന്നു. ഈ സിനിമ റെഫറൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, പ്രത്യേകിച്ച് പണ്ടത്തെ ശ്രീനിവാസന്റെയും ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, ആ പീരീഡിലുള്ള പല ഡയലോഗുകൾക്കും ഒരു ഇറ്റേണൽ പ്രസൻസ് മലയാളികളുടെ ഇടയിലെങ്കിലും ഉണ്ട്. ആ ഒരു ഭാഷ, ഒരു ഡയലോഗ് പറയുമ്പോൾ അതിന്റെ ഒപ്പം കുറേ ഇമേജറിയും കുറേ സംഭവങ്ങൾ വരും. നമ്മൾ കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇത് നമുക്ക് നേരത്തെ തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അതിന് ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നിടത്ത് അവിടെ ക്ലോസ് ആവുകയാണ്. അതുപോലെ പലതും ഇത് ചിലതൊക്കെ പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം ഓരോ ബിംബം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു ഭയങ്കര ബുദ്ധിജീവി എഴുത്തിന് ചിലപ്പോൾ അത് സൂചിക്കണം എന്നില്ല, പക്ഷെ സാധാരണക്കാർക്ക് അത് എന്തായാലും കൺവേ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഓരോ സമയത്ത് ഓരോ വേഷം കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് അത്ര എഫേർട്ട് എടുക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടും കൂടിയാണ്. ഞാൻ എന്തിനാണ് അത്രയും, ഞാനല്ലാത്തൊരു ഇപ്പം മൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര കഴിച്ചപ്പെട്ടാത്ത പ്രസംഗം പറഞ്ഞ് ആരെ ഇംപ്രസ് ചെയ്യാനാണ്, നമുക്ക് കൺവേ ചെയ്യുന്നതാണല്ലോ പ്രധാനം. ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള കളക്ടർ ബ്രോ ആയാലും ലൈഫ് ബോയ് ആയാലും അത് പ്രസിദ്ധീകൃതമായി കുറച്ച് നാളുകളായി. ആ പുസ്തകങ്ങൾ വായിച്ച്
അത് താങ്കൾ ഉദ്ദേശിച്ച റിസൾട്ട് ആ പുസ്തകങ്ങൾ ഉണ്ടാക്കി എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടോ? രണ്ട് പുസ്തകം ഇതിനു മുമ്പ് എഴുതിയ രണ്ടെണ്ണം നോൺ ഫിക്ഷനും ഒരെണ്ണം ഫിക്ഷനുമാണ്. ബ്രോസോണി കഥകൾ എന്ന് പറയുന്നത് ഫിക്ഷനാണ്, ഷോർട്ട് സ്റ്റോറീസാണ്. ഇത് ലൈഫ് ബോയ് ആണ് എനിക്ക് ഏറ്റവും പേഴ്സണലി കുറേ എഫേർട്ട് എടുത്ത് ചെയ്തത്. കാരണം അത് സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ ചേർന്നിട്ടാണ്. നമ്മളടുത്ത് മാനസികമായിട്ട് വളരെ ഡൗണായി പ്രശ്നത്തിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോകുന്ന ആൾക്കാർ, ഇവർക്ക് അതിനുശേഷം മരുന്നും സൊല്യൂഷനും ഒക്കെ പറയുന്നുണ്ട് ശാസ്ത്രം. പക്ഷെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നല്ലൊരു ശാസ്ത്രീയമായിട്ടുള്ള ആധികാരികമായ ഒരു പുസ്തകം ഞാൻ അധികം കണ്ടിട്ടില്ല, അധികം നല്ലതും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം നമുക്കുമൊക്കെ ഓരോ സമയത്ത് കിട്ടി. നമ്മുടെ ചെറുപ്പത്തിലുമൊക്കെ ഒരു ഗോ ത്രൂ സ്ട്രഗിൾസ്, നമ്മളൊരു ഇഷ്യൂസ് ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കും ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച മെറ്റീരിയലാണ് ഈ പുസ്തകം. അപ്പം അതുകൊണ്ട് ഇത് എഴുതിയതിന് ശേഷം കുറേ പേര് ഇത് വായിച്ച് മെയിലും ഇതൊക്കെ അയക്കും. അവർക്ക് ഓരോ ഘട്ടങ്ങളിൽ അത് ഉപകാരപ്പെട്ടതും. ചില ഒരു രണ്ട് സൈക്കാട്രിസ്റ്റുകൾ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, മെസ്സേജ് ഫോൺ വിളിച്ച് ഒരാൾ സംസാരിച്ചില്ല. അദ്ദേഹം ചില കൗൺസിലിംഗ് ഒക്കെ വരുന്ന ചിലർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുസ്തകം പ്രിസ്ക്രൈബ് ചെയ്യും പോയെന്ന്. കാരണം ഈ പുസ്തകം ഈ പറഞ്ഞുകൊണ്ട് ഒരു വലിയ സയന്റിഫിക് ഞാനൊക്കെ ഉപദേശിച്ച് നന്നാക്കുന്ന അങ്ങനത്തെ ബുക്കേ അല്ല. ബേസിക് സയന്റിഫിക് ഫാക്ട്സ് വെച്ചിട്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ എങ്ങനെ നമ്മുടെ ഒരു വെൽബീയിങ് മെച്ചപ്പെടുത്താമെന്നുള്ളത്. ഇപ്പം ടെൻഷൻ എല്ലാവരും ഇപ്പോൾ പറയും ടെൻഷൻ മറ്റേ പറഞ്ഞത് ആകെ ഇത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എപ്പോഴും ഒരേ രീതിയിലുമാണ്. നമ്മൾ ഈ പറഞ്ഞ സെറ്റിൽമെന്റ് ജീവിതത്തിലേക്ക് മാറിയിട്ട് ഒരു 10-15 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, ഫ്യൂ മില്ലേനിയേഴ്സ് ആയിട്ടുള്ളൂ. നമ്മൾ എത്രയോ വർഷത്തെ ബാക്ക്ലോഗുണ്ട്. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമ്മൾ കാട്ടില് നായാടിയും അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരിക്കും വന്നത്. അപ്പൊ ഭയം നാച്ചുറലാണ് നമുക്ക്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വികാരം അതുകൊണ്ട് ഭയം. എവിടെ നിന്നാണ് പുലി വരിക, എവിടെ നിന്നാണ് ആന വരിക എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ, നേരെ മരത്തിന്റെ മുകളിലോട്ട് കയറുക, അപ്പം ഓടാൻ പറ്റണം, ചാടണം. നമ്മൾ ബാക്കി ബുദ്ധി വേറെ ഒന്നുമില്ല. ഇത് ഏതെങ്കിലും ബൈനറീസിൽ ചിന്തിക്കാൻ തുടങ്ങണം. അവിടെ മരത്തിന്റെ മേളിൽ കയറിയാൽ താഴെ പുലി ഇരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഉറങ്ങാൻ പാടില്ലല്ലോ, ഞാൻ മേലെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ വീഴും, അപ്പോൾ ഉറക്കം പോകണം. ഇതെല്ലാം നമ്മുടെ ബോഡിയിലോട്ട് ഇൻബിൽട്ടായി വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റും പുലിയൊന്നുമില്ല, അപൂർവം ചിലപ്പോൾ പട്ടി ഓടിച്ചാലായി. പക്ഷേ പട്ടി ഓടിച്ചാലും ഇതേ റെസ്പോൺസസ് ആണ്. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ഓടാത്ത വേഗത്തിലൊക്കെ ഓടിയിരിക്കും. നമുക്ക് അറിയാത്ത വഴികളിലൂടെ ഒരു പാദം പോലും തെറ്റാതെ കൃത്യമായിട്ട് വെച്ചിട്ട് പോകും. മതിലൊക്കെ ചാടുന്നത് കണ്ടാൽ നമ്മൾ ഈ എന്താ പറയുക സൂപ്പർമാനൊക്കെ കാണിച്ചു പോകും. ആ ലെവലിൽ നമ്മൾ പെർഫോം ചെയ്യും. ഇത് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് അഡ്രിനലിനും കോർട്ടിസോളും എല്ലാം അടിച്ച് കയറ്റി നമുക്ക് നമ്മുടെ ബോഡി മുഴുവനും അതിന് റെഡിയാണ്. അന്നേരം നമ്മുടെ ഈ കൈകളും കാലുകളിലേക്കാണ് ഫുൾ ശ്രദ്ധ. രക്തയോട്ടം മുഴുവൻ അങ്ങോട്ടാണ്, ബ്രെയിനിലേക്കല്ല. ബ്രെയിനിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കും. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വിറയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ഇന്റർവ്യൂക്ക് പോകുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻ. പക്ഷെ നമ്മുടെ പ്രതികരണം ബോഡിയുടെ സെയിമാണ്. ഉറക്കമില്ലാണ്ടാവും. പുലി വരുമ്പോൾ പേടിച്ചിട്ട് വയറ്റത്ത് പോകുന്ന പറയില്ലേ, പേടിച്ച് തൂറി എന്നൊക്കെ പറയും. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇന്റർവ്യൂക്ക് സമയമായി, ശരി ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോട്ടെ. ഇതെല്ലാം ആവർത്തിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നം വന്നു, ഉറക്കമാണ് പോകുന്നത്. ഉറക്കം പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ്. പക്ഷെ ഇതിനെ എങ്ങനെ മറികടക്കാന്നുള്ളതാണ്. നമ്മൾ അക്കാലത്തെ ആ റെസ്പോൺസസിന് പകരം ഇന്നത്തെ ഈ സോഷ്യൽ സെറ്റിങ്ങിന് പറ്റിയ റെസ്പോൺസസിലേക്ക് വരണം. അപ്പൊ ബുദ്ധി ഉപയോഗിക്കണം. പക്ഷേ അഡ്രിനലിൻ ഈ പറഞ്ഞ ഡു ഓർ ഡൈ റെസ്പോൺസിനകത്ത് ബുദ്ധിക്ക് റെലവൻസ് ഇല്ല. ബുദ്ധിയിൽ നിന്ന് ചോരയൊക്കെ എടുത്തിട്ട് നമ്മൾ കൈകൾ കാലിലേക്ക് ആണ് വരുന്നത്. പട്ടി ഓടിച്ച് അവിടെ നമ്മൾ രക്ഷപ്പെടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. രക്ഷപ്പെടുന്ന മൊമെന്റിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു നെടുവേർപ്പെടും. ഈ നെടുവേർപ്പെടുന്നത് എന്താണ് ശരിക്കും? ഞാൻ എൻ്റെ ശരീരത്തോട് പറയണം, മോനെ കുഴപ്പമില്ല, പ്രശ്നം കഴിഞ്ഞു എന്ന് പറയുന്ന ആ നെടുവേർപ്പാണ്, ശ്വാസമാണ്. ഈ ശ്വാസത്തിന് വലിയ റെലവൻസ് ഉണ്ട്. നമ്മൾ ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം, ഇതൊക്കെ പറയും. പ്രാണായാമത്തിനൊക്കെ പുച്ഛിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഫാക്ട് ഇസ് എ ഫാക്ട്. കാരണം എന്താണ്? ശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ശാസ്ത്രീയമായിട്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇപ്പൊ കൈവിരലുകൾ, ഇപ്പൊ ഞാൻ ഇത് കൈ അനക്കുന്നത് ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ് കൃത്യമായിട്ട് ഇതിനെ നിയന്ത്രിക്കുന്നത്. കാല് ഒക്കെ നമുക്കറിയാം.
ബ്രെയിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഞാൻ കൂടട്ടെ കുറയട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതവിടെ ഓട്ടോമാറ്റിക്കലി പോവാണ്. അതിനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. ബ്രെയിൻ്റെ മറ്റൊരു ഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങാൻ നേരം ഞാൻ നിയന്ത്രിക്കുന്നൊന്നുമില്ല, പക്ഷേ ശ്വാസം കൃത്യമായിട്ട് എടുക്കുകയും പോവുകയൊക്കെ ചെയ്യും. ഞാൻ ഈ മുങ്ങാങ്കുഴി ഇടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വെള്ളത്തിൽ, ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഡ്യുവൽ കൺട്രോൾ ഉണ്ട്. മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് മറ്റ് ആക്ടിവിറ്റികളെ അപേക്ഷിച്ചിട്ട് ബ്രെയിനിന് ഡ്യുവൽ കൺട്രോൾ ഉണ്ട്. ഡ്യുവൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മളൊരു നട്ടിന്റെ പുറത്ത് 2 സ്പാനർ ഫിറ്റ് ചെയ്ത പോലെയാണ്. നട്ടിന്റെ പുറത്ത് 2 സ്പാനർ, ഒരു സ്പാനർ പിടിച്ച് തിരിക്കുമ്പോൾ ഈ നട്ട് അനങ്ങും, അപ്പുറത്തെ സ്പാനറും അനങ്ങും. അപ്പോൾ ഓട്ടോണോമിക്കലി, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഓട്ടോണോമിക്കായിട്ട് തന്നെ പേടിയോ ഭയമോ ആൻസൈറ്റിയോ കാരണം ഉണ്ടാവുന്ന എന്തൊക്കെ ശരീരമാറ്റങ്ങളുണ്ടോ അത് ശ്വാസത്തിലൂടെ പ്രതിഫലിക്കും. നമ്മുടെ ശ്വാസം സ്പീഡ് കൂടും, ഇതൊക്കെ വരും. പക്ഷെ ഈ ശ്വാസം പട്ടി ഓടിച്ച് അവസാനം നമ്മളൊരു നെടുവേർപ്പിടുമല്ലോ. നെടുവേർപ്പിടുമ്പോൾ ഈ സ്പാനർ ഇപ്പുറത്തുനിന്നാണ് തിരിക്കുന്നത്. സ്പാനർ ഇപ്പുറത്തുനിന്ന് തിരിച്ചിട്ട് പറയാണ്, മോനെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇത് അപ്പുറത്തെ സൈഡിൽ തിരിയും. ഇതുകൊണ്ടാണ് ബ്രീതിങ് എക്സസൈസസ് നമുക്ക് റിലാക്സേഷൻ തരുന്നത്. ഈ എക്സാം എഴുതാൻ നേരം ടെൻഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർമാർ പറയും നിങ്ങൾ കയറിയിട്ട് കുറച്ച് ഡീപ്പ് ബ്രത്ത് എടുക്കും. ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് റിലാക്സ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് പ്രാണായാമം. ഇത് പാക്കേജ് ചെയ്തിട്ട് മുൻകൂട്ടി എന്താ പറയുക, നിങ്ങൾക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ശാരീരികമായിട്ടുള്ള നിങ്ങൾക്കൊരു ഡെറ്റീരിയേഷൻ വരും. കണ്ടിന്യൂസ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ടെൻഷൻ അടിച്ചു കഴിയുമ്പോഴേക്കും മറ്റ് അനവധി രോഗങ്ങൾ അതിൻ്റെ ഒപ്പം വരും. ഈ കോർട്ടിസോൾസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ കൈവിട്ടു പോകും. ഒത്തിരി പഠനങ്ങളുണ്ട്. മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ 2000 നടത്തിയൊരു സ്റ്റഡി ഉണ്ട്. അതിനകത്ത് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ സിനിമ കാണിച്ചു, ഹോളിവുഡിലെ സിനിമകൾ കാണിച്ചു. ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഇത് ഹൊററും ടെൻഷനും ഇതൊക്കെ തോന്നിപ്പിക്കുന്ന കുറേ സിനിമകൾ കാണിക്കുകയും ഇവരുടെ ബോഡി ആ സമയത്ത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈ കാപ്പിലറീസ് ഒക്കെ ഉണ്ടല്ലോ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, ചെറുതാവുകയാണ്, കൺസ്ട്രക്ട് ചെയ്യുന്നു, കോർട്ടിസോൾ ലെവൽസ് ബോഡിയിൽ കൂടുകയാണ്. ഇതൊക്കെ കണ്ടു. 10-25% ചെറുതായി കാപ്പിലറീസ്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. കാപ്പിലറീസ് ചെറുതാവുക എന്ന് പറഞ്ഞാൽ രക്തധമനികളാണ്. രക്തധമനികൾക്കകത്ത് ചെറിയ ക്ലോട്ടുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും എപ്പോഴും. പെട്ടെന്ന് അത് ചെറുതാവുമ്പോൾ ഏറ്റവും ചെറുത് എവിടെയാണ്? നമ്മുടെ ബ്രെയിനിനകത്തൊക്കെയാണ്, ഹാർട്ടിനകത്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഷോക്ക് അടിക്കുന്ന വലിയ വാർത്തകളൊക്കെ കേട്ടാൽ പെട്ടെന്ന് ആൾക്കാർക്ക് സ്ട്രോക്ക് അടിച്ചു പോകുന്നതും മറ്റൊക്കെ, അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇതുകൊണ്ടാണ്. അത് കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടായിരുന്നു. അതേസമയം ഇവര് വളരെ കോമഡി പടങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10% വ്യാസം കൂടുകയാണ് ചെയ്തത്. ഇറ്റ്സ് എ ഇലാസ്റ്റിക് തിങ്. ഇതൊക്കെ സ്റ്റഡീസ് നടത്തിയ കാര്യമാണ്. ബേസിക്കലി നിരന്തരം ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന അവസ്ഥയിലൂടെ പോയി കഴിഞ്ഞാൽ കോർട്ടിസോൾസ് വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ധമനികളുടെ ഇലാസ്റ്റിസിറ്റി പോലും ഇല്ലാതാവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അസുഖം വന്നതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അത് വേണ്ടാന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് നമുക്ക് ഈ ടെക്നിക്സ് മനസ്സിലാക്കിയാൽ മുൻകൂട്ടി തന്നെ നമുക്ക് വീൽ ബി ഇൻ എ ഗുഡ് പൊസിഷൻ. നമ്മുടെ മനസ്സാണ് തീരുന്നത്. 99% ടെൻഷനും നമ്മൾ സങ്കല്പിക്കുന്നതാണ്. സങ്കല്പിച്ചു കൂട്ടി ഇനി എന്താവും, മറ്റേ ഒന്നും ആവില്ല. ഇപ്പോൾ ആ സമയമാകുമ്പോൾ ഇപ്പൊ ട്രെയിൻ പിടിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ട് ഇറങ്ങി, ആ യാത്ര അവിടം വരെ പോകുന്ന വരെ നിങ്ങൾ കാറിനകത്ത് ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. കിട്ടൂല, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ, കിട്ടിയും സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഇരുന്ന് ആലോചിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ശരി, ആ സമയത്ത് മുന്നോട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുക, അവിടെ എത്തുമ്പോൾ തീരുമാനിക്കാമല്ലോ. ഈ ഒരു അപ്രോച്ച്. ആൻഡ് വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ്? യഥാർത്ഥത്തിൽ ലൈഫിൽ ഞാൻ നേരത്തെ ചോദിച്ചു, ഈ സസ്പെൻഷൻ ആകുമ്പോൾ ഇതെല്ലാം ഉണ്ട്, പിന്നെ വൈ ഷുഡ് ഐ ബി അൺഹാപ്പി എന്ന് ചോദിച്ചില്ലേ? എനിക്ക് ജീവിതത്തിൽ എന്താ വേണ്ടതെന്നുള്ളതിനൊരു ക്ലാരിറ്റി വേണം. കോട്ടയം ഭാഗത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഒരു ജോസഫ് ഏട്ടനാണ്. മൂപ്പരുടെ വീട്ടിന്റെ മുറ്റത്ത് മൂപ്പര് ഇരുന്നിട്ട് പത്രം വായിക്കും. അപ്പൊ പത്രം വായിക്കുമ്പോൾ കണിക്കൊന്ന ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ഇദ്ദേഹം ഒരു തൂമ്പയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പൊ ഞാൻ ചേട്ടാ അപ്പോൾ ഞാൻ കണിക്കൊന്ന നടാൻ പോയതാണ്. എന്തിനാ? ഞാൻ മുറ്റത്തിരുന്ന് പത്രം വായിക്കുമ്പോൾ എനിക്ക് കണിക്കൊന്ന കാണാൻ വേണ്ടിയാണ്. അപ്പൊ അതല്ല, ഇനി നട്ടില്ലേ? അപ്പൊ ഒരു വലിയ നട്ടു. എപ്പോഴൊക്കെ നടന്നു അപ്പോഴൊക്കെ എൻ്റെ അയൽവാസി, ഒരു ദരിദ്രവാസി, അയാൾ വന്നിട്ട് അത് പറിച്ചു കളയാണ്. അത് എന്ത് മോശമാണത്, അയൽവാസി അങ്ങനെ വന്നിട്ട് ഇയാളുടെ പറിച്ചു കളയാൻ എന്ത് വൃത്തികേടാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അല്ല, പുള്ളി അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ നടന്നത് അയാളുടെ പറമ്പിലാണല്ലോ. ഞാൻ ചാന്തിന് അങ്ങനെ അല്ല, ഞാനിവിടെ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ കണിക്കൊന്ന കാണണമെങ്കിൽ അയാളുടെ പറമ്പിൽ വേണം. ഞാനിവിടെ നട്ട അയാൾക്കല്ലേ കാണാൻ പറ്റും.
ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കാണണം, അതിനപ്പുറത്താണ് വേണം. പക്ഷെ ഒന്ന് ആലോചിക്കും, ചേട്ടൻ എന്തുമാത്രം ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടെന്നൊന്ന് ആലോചിക്കണം. നമ്മൾ മിക്കവാറും വീട് വെച്ചിട്ട് വീടിന്റെ പുറത്ത് മോടി പിടിപ്പിച്ചിട്ട് ലക്ഷങ്ങൾ പുറത്താണ് കളയുന്നത്. എന്തിനാണെന്നറിയാം? ഫ്രണ്ടിൽ കൂടെ പോകുന്ന KSRTC ബസ്സിൽ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരുത്തനും കാണാൻ വേണ്ടിയാണ്. ഏതോ ഒരുത്തരും വേണ്ടിയാണ്, അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫ്രണ്ടിൽ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. ബഹുഭൂരിപക്ഷം മലയാളികൾ ബേസിക്കലി ഞാൻ പറഞ്ഞ വാട്ട് യു വാണ്ട് ഇൻ ലൈഫ് എന്നുള്ള ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ സങ്കടം, സന്തോഷം, സന്താപം, പിന്നെ ഈ പറഞ്ഞ ആങ്സൈറ്റി, ഈ പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്ത് സൊല്യൂഷനുണ്ട്. ചിലത് വളരെ ഇറലവൻറ്റുമാണ്, സാങ്കല്പികമാണ്, വെറും ഇമാജിനറി സംഭവമാണ്. അതിനെയൊക്കെയാണ് ഒരുപക്ഷെ ബോധമുള്ള വിവരമുള്ളവർ മായ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ കൂടിയ ലെവലിലാണ്. അൾട്ടിമേറ്റ്ലി എല്ലാം മായയാണ്. പക്ഷെ അതിനെക്കാട്ടിലും മോശം ലെവലിലുള്ള ഇമാജിനറി കാര്യങ്ങളിലാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നോട്ട് ഈവൻ അവർ ലാർജർ മായ പോലുമല്ല. അങ്ങ് ശരിക്കും ആരാണ്? ഇടയ്ക്ക് ഡോക്ടറായി, ഇടയ്ക്ക് തത്വചിന്തകനായി, അല്ല എനിക്കൊരു സന്യാസിയോടൊക്കെ സംസാരിക്കുന്ന ഫീൽ ഇവിടുന്ന് കിട്ടുന്നു. കളക്ടർമാർക്ക് പൊതുവെ ബുദ്ധിജീവികളാണ്, അവർക്ക് അരിത്മെറ്റിക് റീസണിങ്ങും ലോജിക്കൽ ജനറൽ നോളജും ഒക്കെ മാത്രമേ അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയും വ്യത്യസ്തനായ ഒരു കളക്ടറെ ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കയ്യടി ആവാം. ഇത് ഈ കയ്യടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം, മനോരമ ഇറക്കിയ സ്റ്റാളിലുള്ള ഈ പുസ്തകം വിവരാവകാശ നിയമത്തിന്റെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയുക, എങ്ങനെ എഴുതണം, എന്ത് എഴുതണം എന്നുള്ളതിന്റെ മോഡൽസ് ഉൾപ്പെടെ കൊടുത്തിട്ട് ആണിത് തയ്യാറാക്കിയിട്ടുള്ളത്. നന്നായിട്ട് വർക്ക് ചെയ്ത് വളരെ ലളിതമായിട്ട്, ഇതിലും ലളിതമായിട്ട് വിവരാവകാശ നിയമത്തെക്കുറിച്ച് കേരളത്തിൽ ഇനി ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയത്. ഞാൻ ഇത്ര പറഞ്ഞ സ്ഥിതി ഞാൻ ഒന്നുകൂടെ തള്ളട്ടെ. എന്റെ പുസ്തകമല്ല, ഞാൻ തന്നെ തള്ളട്ടെ. ഇത് മലയാളത്തിൽ നിന്നല്ല, സത്യത്തിൽ ഇത് ഇംഗ്ലീഷിലോ മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് ഭാഷകളിലോ പ്രായോഗികമായിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്. ഇത് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാനായിരുന്നു വിചാരിച്ചത്. പിന്നെയാണ് മലയാളത്തിലോട്ടാക്കി. ഇംഗ്ലീഷ് വരുന്നുണ്ട്, ഇംഗ്ലീഷും ഹിന്ദി അതിൻ്റെയൊക്കെ വരുന്നുണ്ട്. കാരണം ആ ഒരു ഗ്യാപ്പുണ്ട്. ഇത്രയും ശക്തമായൊരു നിയമം വന്നിട്ട് ഇത്രയും എഴുത്തും വായന അറിയാവുന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ പോലും ഉപയോഗിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന് അജ്ഞത എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ആൻഡ് ദ സിസ്റ്റം ഡസൻറ്റ് വാണ്ട് യു ടു നോ ദിസ്. ഈ സിസ്റ്റത്തിനകത്തിരിക്കുന്ന ആരും നിങ്ങളിത് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. പക്ഷെ ഇത് നിരോധിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ പുസ്തകം ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ നമ്മളിതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നത്, ഭരണകൂടം RBIനെ ശത്രുവായിട്ട് കാണുന്നു. അതൊരു സഹകരണ ഒരു സ്ഥാപനമായി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലേക്ക് ഭരണകൂടം മാറണമെങ്കിൽ അതിനെന്തെങ്കിലും അതിന് സാധ്യത ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടില്ല? ഞാൻ പറഞ്ഞ ആദ്യം ഉദ്ദേശ ലക്ഷ്യങ്ങൾ നന്നാവണം. നമ്മൾ ഈ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിച്ച് അങ്ങനെ അങ്ങ് ഭരിച്ചു കൊണ്ടുപോകാന്നുള്ളതിന് അതിനപ്പുറം കടന്നിട്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ഭരണഘടന അനുസരിച്ചാണ് ഭരണം നടത്തേണ്ടത്, ഞാനിവിടുത്തെ രാജാവൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇതിന്റെ അവസാന ഭാഗത്തെ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ കൃഷി വകുപ്പിലുണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്ത ഒരു കാര്യമാണ്. അവിടെ വെളിച്ചം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു. സർക്കാർ ഉത്തരവൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. കൃഷി വകുപ്പിനകത്ത് നടക്കുന്ന ഇന്റേണൽ മീറ്റിംഗ്സ് ഉണ്ടല്ലോ, മീറ്റിംഗ്സ് പൊതുജനത്തിന് കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുക. നമ്മൾ സ്ട്രീം ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് പ്രത്യേകിച്ച് ചിലവും ഇല്ല. ഇത് സ്ട്രീം ചെയ്യാൻ എന്താ വലിയ ചിലവ്, ജനങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ ഇന്ന സാധനം അത് കമ്മിറ്റിയിൽ വെച്ചു, പാസ്സാക്കി, ഇതാക്കി, അല്ലെങ്കിൽ ഇതൊക്കെ പലതും പുറത്തിരുന്നിട്ട് നമ്മൾ കേൾക്കണം. നമുക്കറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന്. പക്ഷെ സത്യത്തിൽ ഇതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. സ്ട്രീം ചെയ്താൽ എന്താ, ഇത് വലിയ അന്താരാഷ്ട്ര രഹസ്യമൊന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ അപ്പൊ നമ്മൾ സ്ട്രീം ചെയ്തു, ഒട്ടനവധി മീറ്റിങ്ങുകൾ സ്ട്രീം ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്ട്രീം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ട്രീം ചെയ്യുമ്പോൾ താഴെ ജനങ്ങൾക്ക് വന്ന അഭിപ്രായവും പറയാം. ചിലപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്ന ഞങ്ങൾ ഉദ്യോഗസ്ഥരെക്കാട്ടിലും മികച്ച ആശയങ്ങൾ ചിലപ്പോൾ അവർക്ക് പറയാനും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നല്ല പറയുന്നത്, താഴെ കമന്റ് പറയാം. അത് വേണമെങ്കിൽ ആ മീറ്റിംഗിന്റെ അധ്യക്ഷന് വേണമെങ്കിൽ ആ പോയിന്റ്സ് എടുക്കാം. ചിലപ്പോൾ മഹാമണ്ഡലമായിരിക്കും അവിടെ വന്ന് ഇവർ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സ്റ്റഡിയിലൊന്നും അല്ല എല്ലാവരും. പല മീറ്റിങ്ങുകളും കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും.
നമ്മൾ മാത്രമല്ല ഇത് എക്സ്പോസ്ഡ് ആകുമ്പോൾ വേണം എന്തുകൊണ്ടാണ് ചില പദ്ധതികൾ നടപ്പിലാവാത്തത് എന്നൊക്കെ നാട്ടുകാർ അറിയണ്ടേ, എന്തിനായി ഒളിച്ചു വയ്ക്കുന്നത്. അവിടെ മീറ്റിംഗ് പുറത്തു വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നിങ്ങൾ വിചാരിച്ച ആളല്ല, ഏതാ ചിത്തരോഗി വേറെയാണ്. അതിനകത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ, അത് പബ്ലിക് അറിയണം. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉത്തരവിറക്കി അവിടെ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു. ഇപ്പം അത്ര ആക്റ്റീവ് അല്ലാതെ എനിക്കറിയാം, പക്ഷെ ലീഗലി ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് ഫീസിബിൾ. നടക്കാത്തൊന്നുമല്ല. മാക്സിമം എല്ലാ ഫയലും എല്ലാ ലൈവ് മൂവ്മെന്റും ജനങ്ങൾ അറിഞ്ഞാലും ഒരു കുഴപ്പവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ആകെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യങ്ങൾ, നിക്ഷിപ്തമായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായിട്ട് അതെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഉള്ളത് അത് നടക്കില്ല. നാട്ടുകാരറിയും. നാട്ടുകാരെ അറിഞ്ഞാൽ ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ ഒരു സർക്കാരും ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ സമ്മതം. നമ്മൾ അന്ത്യ ചർച്ചകളിൽ TV ചാനലുകൾക്ക് മുമ്പിൽ സാഹോദം ഇരിക്കുന്ന, വളരെ കോൺഷ്യസ് ആയിരിക്കുന്ന ആ ഒരു ശ്രദ്ധയുടെ പകുതിയെങ്കിലും നാട്ടിലെ ഭരണകർത്താക്കൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാണിക്കാൻ ഈ ഒരു പുസ്തകോത്സവത്തിന് വന്ന ബന്ധുക്കൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു പ്രത്യാശിക്കാം. നിങ്ങൾ എല്ലാവരും അതെ, അല്ല ഈ വന്ന് കൂടിയവരിൽ എനിക്ക് ഒന്ന് കടന്നു വരികയാണെങ്കിൽ ഇത് മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയത്തിൽ IAS IPS ആണുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിലെ അണ്ണാമലയെ പോലെയില്ല, അങ്ങും ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വന്ന് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് തിരിച്ച് നമുക്ക് സിസ്റ്റത്തെ നന്നാക്കാൻ രാഷ്ട്രീയത്തിൽ വന്നാൽ സാധിക്കില്ലേ എന്ന് ഇവരുടെയൊക്കെ മനസ്സിലാക്കുന്ന ചോദ്യം ഉണ്ടാവും. അപ്പോൾ കേരളത്തിലേക്ക് അങ്ങനൊരു മാറ്റം വന്നുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുറെ സ്നേഹത്തോടെ പലരും ഇത് പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ട് കയറിയ ജോലിയാണിത്. ഈ ജോലിയെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയിട്ട് കയറിയതുമാണ്. ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ കയറിയതാണ്. സിവിൽ സർവീസ് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എസ്പെഷ്യലി സെക്രട്ടറി ലെവലിലേക്ക് എത്തുമ്പം ഫീൽഡ് വിട്ടേക്കും, കളക്ടർ സബ് കളക്ടറും അതൊക്കെ കഴിഞ്ഞിട്ട് സെക്രട്ടറി തലത്തിലെത്തുമ്പം പോളിസി കാര്യങ്ങളിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന, ഇത് ജനങ്ങൾ അറിയണമെന്നില്ല, പക്ഷെ നമുക്ക് അകത്തിരുന്നിട്ട് JP വെളിച്ചെന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ അവിടെ നമ്മൾ സ്കോളർഷിപ്പുകൾ തുടങ്ങിയത് വിദേശത്ത് പഠിക്കാൻ വേണ്ടി 310 കുട്ടികൾക്ക് പുറത്ത് പോയി പഠിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ വീതം കൊടുത്തിട്ട് ഇവിടെ ആടും കോഴിയും മാത്രം കൊടുത്തുകൊണ്ടിരുന്ന സ്കീമുകൾ പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ വിദേശത്ത്. കാരണം നോക്കുക, NRIs ആണ്, ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയും നമ്മൾ പറയും ഗവൺമെന്റ് എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നല്ല, യഥാർത്ഥത്തിൽ പുറത്തുനിന്നുള്ള റെമിറ്റൻസ് കൊണ്ടാണ് കേരളത്തിൽ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ റെമിറ്റൻസ് കിട്ടിയത് അല്ലെങ്കിൽ ഈ NRIകൾ വന്ന കമ്മ്യൂണിറ്റികൾ നോക്കൂ, ആ സമുദായങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഈ കമ്മ്യൂണിറ്റീസിൽ നിന്ന് NRIs ഇല്ല, അല്ലെങ്കിൽ വളരെ തുച്ഛമാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിന് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അവരെ എങ്ങനെ അവിടെ കൊണ്ടുവരാൻ പറ്റും? സർക്കാർ വേറെ 100 സാധനം ചെയ്യുന്നതിന് പകരം വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പം അതും വിദേശത്ത് പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് 310 കുട്ടികൾ ഓരോ വർഷം പോകുന്ന സ്കീം. ആ സ്കീം ഉണ്ടാക്കാൻ പറ്റ പാടും അതിനുവേണ്ടി നമ്മൾ അകത്ത് പയറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അത് അവസാനം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ വർഷവും 310 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 310 കുടുംബങ്ങളാണ്. അവർക്കൊരു എക്സ്പോഷർ കിട്ടുകയാണ്. അവരവിടെ പോയി സ്റ്റേ ബാക്ക് ചെയ്യും, സെറ്റിൽ ചെയ്യും. അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾ അടുത്ത തവണ വരും. അങ്ങനെ ഓരോ വർഷവും എഴുതി ഞാൻ കാണുന്ന ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്കിത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. ഒരു 5 വർഷം കഴിയും, അതാണ് ഫീൽ ഗുഡ്. നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് അതാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികളെല്ലാവരും ഓരോ നിലയിലെത്തിയിട്ട് അത് അവരുടെ ലൈഫ് മാറുകയാണ്. ഇതെനിക്ക് അകത്തിരുന്ന് ചെയ്യാൻ പറ്റും. എന്ത് അടിയും പിടിയും കച്ചറിയും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നമ്മൾ നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു സ്കീം തുടങ്ങി. തരിശായി കിടക്കുന്ന എത്രയോ ഭൂമികൾ എടുത്തിട്ട് ഫ്രൂട്ട്സും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കർഷകർ ദാരിദ്ര്യത്തിൽ കിടക്കുന്നു എന്ന് പറയുന്നവരെ ശരിക്കും കോടീശ്വരന്മാരാക്കാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ബലമുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോഴുള്ളൊരു അധികാരം ആവാതിരിക്കാം. ആയാൽ തന്നെ എന്താണ്, നിങ്ങൾ എവിടെയാണെന്ന് പോലും അറിയില്ല. നിങ്ങളൊരു ജനപ്രതിനിധി മാത്രമായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗവൺമെന്റ്സിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനൊന്നും സത്യത്തിൽ പറ്റില്ല. അത് നമുക്കും അറിയാം. കാരണം MLA ആയാലും MP ആയാലും അവർക്ക് ഒരു പരിധിക്ക് അപ്പുറം ഫണ്ട് പോലുമില്ല.
അവർ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ കീഴിലുള്ള ഡയറക്ടർമാരൊക്കെയാണ് വന്ന് ഫണ്ടിനും മറ്റേനൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഗവൺമെന്റിന്റെ അകത്ത് ഈ സിസ്റ്റത്തിനെ നിയന്ത്രിക്കുന്നത് എപ്പോഴും ബ്യൂറോക്രസിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയും എനിക്കൊരു 10-15 വർഷം എന്നെ നാട്ടുകാരെ തല്ലിക്കൊന്നില്ലെങ്കിൽ സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് കൂടുതൽ ബലപ്പെട്ട പോസ്റ്റുകളിലേക്ക് പോകാനും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള സാധ്യതയും ഇരിക്കെ ഞാൻ തിരക്കിട്ടിട്ട് അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അധികാര മോഹമാണ്, എനിക്ക് അതാവണം ഇതാവണം മറ്റേ, എനിക്ക് അങ്ങനെ വലിയതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കരമായ ഒരു അഭിവാഞ്ഛയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ പൊളിറ്റിക്സിന്റെ വേറൊരു പ്രശ്നം വെച്ചാൽ നിങ്ങൾ രാവിലെ തൊട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ഇതിനു വേണ്ടി അങ്ങനെ പോകുന്നു. നിങ്ങളുടെ ജീവിതം എനിക്കറിയാം. ഒരു പാവ മനുഷ്യൻ രാവിലെ ഇറങ്ങും, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചും വീട്ടിൽ കയറുന്നത്, വീട്ടിൽ കയറിയിട്ട് എത്ര ദിവസമായി എനിക്കറിയില്ല. എന്നാലും ജനങ്ങൾക്ക് അതൃപ്തിയായിരിക്കും. യുവർ അക്കൗണ്ടബിൾ. നിങ്ങൾ തിരഞ്ഞെടുക്കുകയോ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു പദവിയോ സ്ഥാനമോ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ അടിമയെ പോലെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടെ വരും. ഇത് കേരളത്തിലെ പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെയാണ്. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് പോകണം, ഇതിന് പോകണം, അവിടെ പോകണം, എല്ലായിടത്തും എത്തണം, അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ കുറച്ച് തൊലിക്കട്ടി വേണം, കുറച്ച് മതിയോ, നല്ലതായിട്ട് വേണം. പിന്നെ ഇപ്പൊ എനിക്ക് എൻ്റെ ഒഫീഷ്യൽ കളക്ടറുടെ പേജിൽ തന്നെ DP അല്ലാതെ എൻ്റെ ഒരു പടം അവിടെ ഇടുന്നത് എനിക്ക് ചമ്മലാണ്. ഇടരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉദ്ഘാടനം ചെയ്തു മറ്റേ ചെയ്തു എന്നൊന്നും പറഞ്ഞ് എൻ്റെ പേജിൽ ഒരിക്കലും എൻ്റെ ചിത്രങ്ങൾ ഇടാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ തന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പശ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ പടം കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആ ഒരു ഇതിന്നൊക്കെ മാറിയ ഒരു കേരള പൊളിറ്റിക്സ് വരുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ അവസരങ്ങളും സാധ്യതകളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അല്ലെങ്കിൽ അരാഷ്ട്രീയമാണെന്നൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. അരാഷ്ട്രീയമൊന്നുമല്ല, വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും മറ്റൊക്കെ എനിക്കുണ്ട്, അതുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിച്ചാടിയിട്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അതിവിശാലമായ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, ഈ ക്യാൻവാസ് കളഞ്ഞിട്ട് ഇപ്പൊ പുറത്ത് ചാടുന്നതിന്റെ ഒരു ലോജിക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കേരളം കാത്തിരിക്കുന്നു 15 വർഷത്തിന് ശേഷം. ഓക്കെ, കേരള പൊളിറ്റിക്സ് മെച്ചപ്പെട്ടാൽ ഞാൻ പരിഗണിക്കാം. കുറച്ച് ഉയരട്ടെ. എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രശാന്ത് നായർ സാറിനെ മൈക്ക് പോയി. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പ്രശാന്ത് നായർ സാറിനെ പലപ്പോഴും നമുക്ക് ഫോണിലൂടെ വിളിച്ചും നേരിട്ടും ഒക്കെ അഭിമുഖമൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും എളുപ്പം വളരെ കാര്യമാത്ര പ്രസക്തമായി നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് വ്യക്തികളെ ഞാനിങ്ങനെ സിവിൽ സർവീസ് എൻ്റെ ഈ 30 വർഷത്തെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് K. ജയകുമാർ സാറാണ്, മറ്റൊന്ന് പ്രശാന്ത് നായർ സാറാണ്. കാരണം ഈ പുസ്തകം എങ്ങനെ അദ്ദേഹം എഴുതിയെന്ന് പലരും ഇപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ചെയ്ത നീൽ മഹേശ്വരൻ ചോദിക്കുകയുണ്ടായി. ഒരു അത്ഭുതവുമില്ല. കാരണം അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടത് കാര്യമാത്ര പ്രസക്തമായി പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചില പത്രങ്ങളിൽ, ഞാൻ പേരെടുത്ത് പറയുന്നു, വരുന്ന വാർത്തകൾ പലതും ശരിയല്ല. ഞാൻ എൻ്റെ മറ്റൊരു അനുഭവം പറയട്ടെ. ഞാൻ ഒരിക്കൽ ഒരു മുൻ ചീഫ് സെക്രട്ടറിയെ ഇന്റർവ്യൂ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി, വിശ്വാസ് മേത്ത. അപ്പോൾ അദ്ദേഹത്തിനോട് വിശ്വാസ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പ്രശാന്ത് നായർ ആവുകൊണ്ട് കണ്ടിന്യൂ ചെയ്തതാണ്. സാധാരണ നമ്മളൊരു IAS കാരൻ തുടങ്ങിയ പരിപാടി അടുത്ത ആൾ വരുമ്പോൾ മാറ്റിമറിക്കും. പക്ഷേ പ്രശാന്ത് നായർ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം നമുക്ക് കിട്ടുന്ന ചില പത്രങ്ങളിൽ ചിത്രം മറ്റേ ചന്തുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, തെറ്റുമാണ് എന്ന് പറയേണ്ടി വരും. അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ഈ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്നിടത്ത് മാത്രമല്ലേ ഈ RTIക്കൊക്കെ പ്രസക്തിയുള്ളൂ. 6 മാസം കൊണ്ട് തിരിച്ചെടുക്കേണ്ട അങ്ങ് എന്തുകൊണ്ട് വീണ്ടും കയറാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ല. അങ്ങനെ ഒരു നിയമവാഴ്ച ശരിക്കും നിലനിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ലേ RTIക്കൊക്കെ പ്രസക്തിയുള്ളൂ. എത്ര RTI ആക്ടിവിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യം കൂടിയാണല്ലോ നമ്മുടെ. അപ്പൊ അവർക്ക് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ, വായിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വിദ്യ കൂടി സാർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. താങ്ക് യു. ഈ പറഞ്ഞത് ശരിയാണ്. നമ്മൾ പണ്ട് പറയാറുണ്ട്, നമ്മുടെ അഹിംസയും
ഈ സ്വാതന്ത്ര്യ സമരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജിയൊക്കെ ബ്രിട്ടീഷുകാരോടായതുകൊണ്ട് കൊള്ളാം, അത് ജർമ്മനിക്കാരടുത്തായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞതിന് പറയാറുണ്ട്. ഈ അസഹിഷ്ണുതയും ഈ ഒരു ഫാസിസ്റ്റ് ചിന്തയൊക്കെ ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് തലേക്ക് ഞാൻ മാത്രം എനിക്കെതിരെ പറയുന്ന എന്തും ഞാൻ തച്ചടച്ച് കളയും, അല്ലെങ്കിൽ നിയന്ത്രിച്ച് കളയും, ശരിയാക്കി കളയും എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇൻടോളറൻസ്, ഇതൊക്കെ ഉള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും RTIക്ക് വില കൊടുക്കില്ല എന്നുള്ളത് ഫാക്റ്റാണ്. ഇഷ്ടംപോലെ കള്ള പരാതികൾ, കള്ള ആൻസേഴ്സ് ഇതൊക്കെ തരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പുസ്തകത്തിൽ ഞാൻ പറയണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതേണ്ടിയും വന്നത്. അതിനെ മറികടന്ന് അപ്പുറത്ത് പോകാനുള്ള, ഇതിനപ്പുറവും ചാടി കടന്നവനാണ് ഈ KK ജോസഫ്. അപ്പൊ ആ ഒരു അപ്രോച്ചോടുകൂടെ വേണം കാണാൻ വേണ്ടി. അല്ലാതെ എല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ഒരു നീന്തൽ കുളത്തിൽ ചുമ്മാ നീന്താനല്ല പോകുന്നത്, നമ്മൾ കടലിലാണ് നീന്താൻ പോകുന്നത്. കടലിൽ നീന്താൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നിക്കുകളും മറ്റുമൊക്കെ ആയിട്ട്, പിന്നെ എല്ലാം ഓൺ എ പ്ലാറ്റർ കിട്ടാനൊന്നും പോകുന്നില്ല. ഫൈറ്റ് ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമ്മളുടെ രീതിക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റണം, ക്ഷമ വേണം. നമ്മൾ ഈ ലോങ് ടേം പിക്ചർ കാണാനും ഉള്ളൊരു ഇത് കാണും. ഇപ്പൊ ഈ സസ്പെൻഷൻ്റെ കാര്യം 6 മാസത്തിന്റെ ഇല്ലീഗാലിറ്റി പറഞ്ഞതിനും കൂടെ ചേർത്ത് പറയാമല്ലോ. 6 മാസം കൊണ്ട് ലോകാവസാനം ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചില്ലായിട്ട് കാര്യങ്ങളൊക്കെ നന്നായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ സ്വച്ഛന്ത വൃത്തി എന്നൊക്കെ പറഞ്ഞ മാതിരി തിരിച്ച് കയറാൻ തോന്നുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും കയറാൻ ചെയ്യാം. ഒന്ന് കോടതി പോകേണ്ട കാര്യമുള്ളൂ. ഇത് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എത്രത്തോളം ഉളുപ്പില്ലായ്മ ഉണ്ട് എന്ന് എനിക്കും ജനങ്ങൾക്കും ഒക്കെ കാണാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത് വെറുതെ കിട്ടും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്താണ്, എത്രത്തോളം സിസ്റ്റം അധപ്പതിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവണ്ടേ. എത്ര അധപ്പതിക്കും, 1 കൊല്ലോ ഇനി 2 കൊല്ലോ, എത്ര വരെ നാണമില്ലാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അഭിമാനത്തോടെ അതിന്റെ പുറത്ത് ഇരിപ്പുറപ്പിച്ചിരിക്കാൻ എത്ര സാധിക്കും, എത്ര പേർക്കത് ആ ഒരു ഉളുപ്പില്ലായ്മയുണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഈ ഫയൽ മൂവ്മെന്റിനകത്തും ഒക്കെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലോ ഗ്രാജുവേറ്റ് എന്നുള്ള നിലയ്ക്കാണ് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ ഇതൊന്നും നേരെയാവില്ല. ഈ ഓപ്പൺ ആക്കുന്നതും ട്രാൻസ്പെറന്റ് ആക്കുന്നതും ഒക്കെ എന്തിനാണ്, ആരാണ് ഉത്തരവാദി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാനാണ്. അപ്പോഴേ നമുക്ക് ചെവിയിൽ പിടിക്കാൻ പറ്റുള്ളൂ, ചെവിയിൽ പിടിച്ച് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഫയലുകളും ഒക്കെ തന്നെ ആരെന്തൊക്കെ എഴുതിയെന്ന് നമുക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല, ഇനിയും എഴുതാൻ ഞാൻ അവസരം കൊടുക്കുകയും ചെയ്യും. എഴുതട്ടെ, ഓരോരുത്തരും എഴുതി അവര് വെളിപ്പെടട്ടെ. ഈ ചെമ്പ് വെളിപ്പെട്ട് പുറത്തു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വെളിപ്പെട്ടതിന് ശേഷം അപ്പോഴല്ലേ, അപ്പം ഞാൻ തിരിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആർക്കും ഒന്നും പറയാനൊരു എന്താ പറയാ, പണ്ട് ശിശുപാലന്റെ അടുത്ത് 100 ക്ഷമിക്കുമെന്ന് പറഞ്ഞ മാതിരിയാണ് കൃഷ്ണൻ. മാക്സിമം ക്ഷമിക്കുക. പക്ഷെ അവസാനം ചക്രായുധം എടുക്കുന്ന സമയത്ത് അപ്പൊ കരയേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ അവസരങ്ങൾ തന്നിരുന്നു, വേണ്ടതിലധികം തന്നിരുന്നു, സമയവും തന്നിരുന്നു. അത്രേ ഉള്ളൂ. വളരെ നല്ല രീതിയിലുള്ളൊരു ഉത്തരമായിരുന്നത്. ഒരു ചോദ്യം കൂടി നമുക്ക്, അവസാനത്തെ ഒരു ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അവസരമുണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ വൈൻഡിങ് അപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. കാരണം ഏകദേശം 1 മണിക്കൂർ അധികം നേരത്തോളം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത്രയും നേരം ഞങ്ങളുമായിട്ട് ഇവിടെ വീട് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചു. പിന്നാക്ക സമുദായത്തിനു വേണ്ടി ആ ഒരു പദവിയിൽ ഇരുന്ന് പ്രവർത്തിക്കുകയും അവിടെ ഒരു ആരോപണം നേരിടുകയും അതുപോലെ മേലുദ്യോഗസ്ഥർക്കെതിരെ ഹാസ്യഭാഷയിൽ പ്രതികരിക്കുകയും ഉത്തരവാദിത്വം നിറവേറ്റുകയും അതുവഴി അവരുടെ ആക്ഷേപവും നേരിടുകയും ഒക്കെ ചെയ്ത് തൻ്റേതല്ലാത്ത കാരണത്താൽ സസ്പെൻഷനിൽ ആവുകയും ആ സസ്പെൻഷൻ ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട്, ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് നമുക്കിതുപോലെയുള്ള സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള, സാധാരണക്കാരൻ്റെ ഭാഷയിലുള്ള വഴികാട്ടി, ഒരു ഗൈഡ് ലൈൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് തരികയും മനോരമയുടെ അക്ഷരങ്ങൾ അത് നമുക്ക് മുമ്പിലെത്തിക്കുകയും ചെയ്തു. ഈ വർഷം ഈ ഒരു മാസം ഇത്രയും എന്താ പറയുക, ഇപ്പോൾ പ്രസവിച്ച് വീണ ഒരു കുട്ടിയാണ് ഈ പുസ്തകം. അതിന് പഴക്കമൊന്നുമില്ല, ഈ മാസം തന്നെയാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു എന്താ പറയുക, ഭഗവത്ഗീത പോലെ, ബൈബിൾ പോലെ, ഖുറാൻ പോലെ ഒക്കെ ഇരിക്കട്ടെ. ഇത് നിങ്ങൾ നിരന്തരം വായിക്കുക, പഠിക്കുക. മാറ്റം വരണം, മാറ്റം വരുത്തണം എന്നാണ്
എനിക്ക് ഒരടിക്കുറിപ്പായിട്ട് പറയാനുള്ളത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിക്ക് വേണ്ടി ശ്രീ പ്രശാന്ത് നായർ കളക്ടർ ബ്രോയ്ക്ക് ഹാർദമായ നന്ദി ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്.